ഓ നമോ ഭഗവതി വാസുദേവായ. ഇന്നലെ വരെ നവമസ്കന്ധത്തിലെ കഥകളായിരുന്നു പറഞ്ഞു വന്നത്. എല്ലാം ഒന്നും പറഞ്ഞില്ല, ഒരെണ്ണം മാത്രമേ പറഞ്ഞുള്ളൂ. ഇങ്ങനെയാണ് അതിൻ്റെ. അപ്പം അതിന് കോമണായിട്ട് ഞാൻ പറഞ്ഞു, നവമസ്കന്ധത്തിലെ കഥകൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. അതിലെ കഥാപാത്രങ്ങളെല്ലാം പ്രാണസങ്കടത്തിൽ. ഇനി ഇതിനകത്ത് സംസാരമൊക്കെ നിർത്തണം കേട്ടോ. ആഹാ, അത് കൊള്ളാമല്ലോ ആൾക്കാര്. ഞങ്ങള് സംസാരിച്ചോളാം, നിങ്ങൾ കേട്ടാ മതി. ഇവിടെ ഞാൻ അത് പറയാതെ പോയതാ കുഴപ്പമായത്. ആ പഞ്ചമസ്കന്ധത്തിലെ ഒരു VIP പോകുന്ന ഒരു സ്ഥലവും കൂടെ പറയേണ്ടതായിരുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞുള്ളതാ, ഈ യജ്ഞശാലയിൽ വന്ന് ബഹളം വെച്ചാൽ എവിടാ പോകേണ്ടതെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് പറയണോ? അത് പേടിക്കല്ല. ഒരു കാര്യം, അവിടെ ഇരിക്കാനിടയില്ലെങ്കിൽ കുറച്ച് കസേരയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല, അത് വലിച്ചുകൊണ്ട് ഇങ്ങ് വരില്ല. പതുക്കെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ബഹളം വെക്കാതെ. അറിയാം, സ്ഥലക്കുറവുണ്ട് ഇന്ന്, അതുകൊണ്ട് ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടൂടെ കുറച്ച് കയറ്റിയിട്ടിരുന്നോളൂ, ഒരു കുഴപ്പമില്ല. നമ്മൾ ഇന്നലെ നവമസ്കന്ധം പറഞ്ഞു, പിന്നീട് ദശമസ്കന്ധം ആരംഭിക്കുകയാണ്. ഭഗവാന്റെ അവതാര സമയത്ത് ഞാനത് സൂചിപ്പിച്ചു. ഭഗവാൻ അവതരിച്ചു. പക്ഷെ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ഭഗവാൻ വെറുതെ അങ്ങ് അവതരിക്കില്ല. ഭഗവാൻ അവതരിച്ചിട്ട് ഈ ഭൂമിയിൽ എന്തെങ്കിലും കർമ്മം ചെയ്യേണ്ടത് സന്ദർഭമുണ്ടെങ്കിൽ മാത്രമാണ് ആരുടെ അവതാരം ഉണ്ടാവുക? ഭഗവാന്റെ അവതാരം ഉണ്ടാവുക. അങ്ങനെ ഭഗവാൻ അവതരിച്ചിട്ട് ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഓരോരോ ലീലകൾ ചെയ്യും. പക്ഷെ ഈ ചെയ്യുന്ന ഓരോ ലീലകളും കൊണ്ടെത്തിക്കുന്നത് താൻ ഭഗവാനാണെന്ന് തെളിയിക്കുന്നതിനായിരിക്കും. അതുകൊണ്ടാണ് ഭാഗവതത്തിൽ ഒരു കാര്യം പറയും, ഭഗവാൻ ഭഗശബ്ദാർത്ഥം ലീലാകമലമുദ്വകൻ. ഭഗവാൻ ഭഗവാനാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ ലീലകളും ആടിയത്. ഭഗവാൻ എന്ന വാക്കിനർത്ഥം എന്താ? ഭഗവാൻ. എല്ലാരും ഭഗവാനെ വിളിക്കാറുണ്ട്. ജീവി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ജീവി, ജീവനുള്ളതാണ് പക്ഷി. പക്ഷങ്ങൾ ഉള്ളത് കൊണ്ട് പക്ഷി. അതേപോലെ ഭഗങ്ങൾ ഉള്ളത് കൊണ്ടാണ് എന്ത്? ഭഗവാൻ. 6 എണ്ണമാണ് ഭഗങ്ങൾ. ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശസ്ശ്രിയ എന്നൊക്കെ പറയുന്ന 6 കാര്യങ്ങൾ ആർക്കാണോ ഒരുപോലെയുള്ളത് ആ ആളിന് പറയുന്ന പേരാണ് ആര്? ഭഗവാൻ. അതിലൊന്ന് കുറവുണ്ടെങ്കിൽ ഭഗവാനല്ല. ഐശ്വര്യം, ഐശ്വര്യം എന്ന് പറഞ്ഞാൽ എന്താ? അഷ്ടൈശ്വര്യങ്ങൾ. അണിമാ മഹിമാ ജൈവ ലഗിമാ ഗരിമാ ദദ ഈശിത്തം ജ വശിത്തം എന്നൊക്കെ പറയുന്നതാണ് അഷ്ടൈശ്വര്യങ്ങൾ. അതേപോലെ തന്നെ ജ്ഞാനമുണ്ടായിരിക്കണം, അതേപോലെ തന്നെ കീർത്തി ഉണ്ടായിരിക്കണം. അക്കാര്യത്തിൽ ഭഗവാൻ എത്ര മാർക്കാ? കീർത്തി എന്ന് പറഞ്ഞാൽ ഒരു കീർത്തിയേ ഉള്ളൂ. എത്ര തരത്തിൽ കീർത്തിയുണ്ട് അതും അറിയില്ലേ? സൽകീർത്തിയുണ്ട്, ദുഷ്കീർത്തിയുണ്ട്. 2 100 മാർക്കാ. നോക്കിക്കോ, കൃഷ്ണനെ കുറിച്ച് മറ്റു മതസ്ഥരോട് ചോദിച്ചാൽ ആദ്യം ഗീത ഉപദേശിച്ച കൃഷ്ണനാണോ എന്നാണോ പറയുന്നേ? ആണോ? അല്ല, മറിച്ച് 16,008 അല്ലേ? പിന്നെ പറയുന്നത് എന്താ? വസ്ത്രങ്ങൾ എടുത്തോണ്ട്. അപ്പൊ ദുഷ്കീർത്തിയുടെ കാര്യത്തിലും ആർക്കാ ഫസ്റ്റ് ഉണ്ട്? സൽകീർത്തിയുടെ കാര്യത്തിലും ഭഗവാൻ ഫസ്റ്റ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഭഗങ്ങൾ ഉള്ളവനാണ് ആരാവുക? ഭഗവാൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചെയ്യുന്ന ഓരോ ലീലകളും താൻ ഭഗവാനാണെന്ന് തെളിയിക്കാനുള്ള ഏതെങ്കിലും ലീലകളായിരിക്കും. അതിലൊരു പ്രത്യേക ലീലയാണ് ഈശിത്വം. ഓരോരുത്തരെയും തന്നിലേക്ക് ആകർഷിക്കുക. അതിനുള്ള കഴിവ് ആർക്കുണ്ടോ ആ ആളാണ് ആര്? ഭഗവാൻ. നിങ്ങൾ ചൂരക്കുളങ്ങര അമ്മയുടെ ഭക്തന്മാരാണ്, ഞാനും ഒരു ദേവീ ഭക്തനും ഒക്കെയാണ്. പക്ഷെ എന്നാലും കൃഷ്ണനെ കാണുമ്പം ഒരിത്തിരി ചായ്വ് അങ്ങോട്ടില്ലേ? ഫാൻസ് അസോസിയേഷൻ എടുത്താൽ
നമ്മുടെ ദേവന്മാരിൽ ഫാൻസ് അസോസിയേഷൻ ക്ലബ് രൂപീകരിച്ചാൽ ആർക്കായിരിക്കും വോട്ട് കൂടുതൽ? അറിയില്ല. ഏറ്റുമാനൂരപ്പന്റെ ഭക്തരൊക്കെ തന്നെ ഒരു സംശയവും ഇല്ല. പക്ഷെ വോട്ട് കുത്തുന്ന അപ്പുറത്തായിരിക്കും. ശരിയല്ലേ? കാരണം എന്താ? അതാണ് ഭഗവാന്റെ കഴിവ്, ഈശിത്വം. ആരെയും തന്നിലേക്ക് ആകർഷിക്കാനുള്ള ഒരു മാസ്മരികമായ കഴിവ് നമ്മുടെ ദേവങ്ങളിൽമാരിൽ ഏറ്റവും കൂടുതൽ ആർക്കാണ്? ഭഗവാനാണ്. അതുകൊണ്ട് ഇവിടെ ഒരു ലീല അങ്ങനെ കാണിക്കുകയാണ്. തന്നെ എതിർത്ത് വന്നവരെ പോലെ തന്നിലേക്ക് എടുത്തു. അതാണ് ഭഗവാന്റെ ബാലലീല. എല്ലാം ഒന്നും ഞാൻ പറയണില്ല, അവിടുന്ന് ഇവിടുന്ന് ഓരോന്ന് എടുക്കുള്ളൂ, അതിനുള്ള സമയമുള്ളൂ. ബാലലീലകളിൽ വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു ലീലയാണ് ഭഗവാൻ ആദ്യം ചെയ്ത സൽക്കർമ്മമാണെന്ന് പറയുന്നത്. ആരെയാ കൊന്നത്? ഭഗവാന്റെ ആദ്യത്തെ സൽക്കർമ്മം എന്തായിരുന്നു? പൂതനയെ കൊല്ലുകയാണ്. ഒന്നാമത്തെ കാര്യം ധർമ്മവിരുദ്ധമാണ്, സ്ത്രീകളെ കൊല്ലാൻ പാടില്ല. അപ്പോ ഭഗവാൻ ആദ്യത്തെ ചെയ്ത സൽക്കർമ്മം എന്ന് പറയുന്നത് തന്നെ എന്തുവാ? ഒരു സ്ത്രീയെ വധിച്ചു. പോട്ടെ, അതോ എപ്പോഴാ കൊന്നത്? മുല കൂടി മാറിയിട്ടില്ല, ആ സമയത്ത് പരിപാടി തുടങ്ങി. ഇതിന് മുമ്പത്തെ അവതാരത്തിലോ? കൃഷ്ണനാകുന്നതിന് മുമ്പ് ഒരു അവതാരം ഉണ്ടായിരുന്നു. ഏതാ? ശ്രീരാമൻ അല്ലേ? ശ്രീരാമാവതാരത്തിൽ ആദ്യം തട്ടിയതാരെയാ? താടകയാ. ഇവിടെ പൂതനയാ. വ്യത്യാസം കണ്ടോ? വ്യത്യാസമല്ല, ഒരു ചേർച്ചയുണ്ട്. അപ്പൊ എന്റെ സംശയം അതല്ല, ഈ സ്ത്രീകളോട് ഭഗവാൻ വല്ല എതിർപ്പ് കൊണ്ടോന്ന? ആദ്യം കൈവെക്കുന്നത് ആരെയാ? സ്ത്രീകളെയാ. ഏതായാലും പൂതന എന്നൊരു സ്ത്രീയെ കൊന്നു. എന്താണ് അതിന്റെ കഥ പറയുകയാണ്. കംസൻ യഥാർത്ഥത്തിൽ കംസന്റെ നേരിട്ടുള്ള സഹോദരി അല്ല. ആര്? ദേവകി. അവിടുത്തെ രാജാവായിരിക്കുന്ന ആര്? ഉഗ്രശ്രവസ് എന്ന് പറയുന്ന രാജാവ്, ഉഗ്രസേനൻ എന്ന് പറയുന്ന രാജാവ്, അദ്ദേഹത്തിന്റെ അനുജനായിരുന്നു ദേവകൻ. ആ ദേവകന് 8 പെൺകുട്ടികളായിരുന്നു. ആ 8 പെൺകുട്ടികളിൽ 7 പേരെയും വിവാഹം ചെയ്തു കൊടുത്തത് വസുദേവർക്കാണ്. അപ്പൊ 8ാമതൊരു പെൺകുട്ടിയുണ്ട്. അപ്പൊ കംസന്റെ നേരിട്ടുള്ള സഹോദരി അല്ല ആര്? ദേവകി. എങ്കിലും ഈ ദേവകി അത്യധികമായ സ്നേഹമായിരുന്നു ആർക്ക്? കംസന്. അതുകൊണ്ട് ഇവളുടെ വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ദേവകൻ തീരുമാനിച്ചു. 7 എണ്ണത്തിനെയും വസുദേവർക്ക് കൊടുത്തു. ഇനി 8ാമത്തേന് വേണ്ടിയിട്ട് എന്നെ ആലോചന നടത്താനാ, ആർക്കെന്നെ വിവാഹം കഴിച്ചു കൊടുത്തേക്കാം? വസുദേവർക്ക്. ഇനിയും തലക്കുറി ഒന്നും നോക്കണ്ടല്ലോ, എന്നാ പിന്നെ അങ്ങോട്ടാക്കിയേക്കാന്ന് വെച്ച് വിവാഹമൊക്കെ ഏർപ്പാടാക്കി. ആ ഏർപ്പാടാക്കി വിവാഹം നടന്നു. അപ്പൊ ഈ സഹോദരിയോടുള്ള സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് കംസൻ ഒരിക്കലും രഥം ഓടിച്ചു കൊണ്ടുപോകേണ്ട കാര്യം ഇല്ല. തന്റെ ആ സഹോദരിയെയും സഹോദരി ഭർത്താവിനെയും രഥത്തിലേറ്റിക്കൊണ്ട് നേരെ വസുദേവരുടെ ഗൃഹത്തിലേക്ക് പോവുകയാണ്. കഥയൊക്കെ എല്ലാവർക്കും അറിയാം. വളരെ പ്രസിദ്ധമായ പോകുന്ന വഴിക്കൊരു അശരീരി ഉണ്ടായി. ഇവൾ പെറ്റുണ്ടാകുന്ന 8ാമത്തെ പുത്രൻ നിന്നെ വധിക്കുന്നതാണ്. ഇത് കേട്ട ഉടനെ തന്നെ ആദ്യം ചെയ്തത് എന്താ? ചാടി അങ്ങോട്ട് ഇറങ്ങിയിട്ട് ദേവകിയുടെ തലമുടി കുത്തിന് പിടിച്ച് 4 കറക്ക് കറക്കിയത്. ഇത്രയും നാളും കൈവെള്ളെ കൊണ്ട് നടന്നവളാ. ഒറ്റ നിമിഷം കൊണ്ട് ഭാവം മാറി, കൊല്ലാനായിട്ട് ഒരുങ്ങി. അപ്പോഴത്തേക്ക് ആര് ചാടി വീണു? വസുദേവര് ചാടി വീണു. അങ്ങ് കൊല്ലരുത്, കാരണം ഒന്നങ്ങ് രാജാവാണ്. രാജാവായിരിക്കുന്ന അങ്ങൊരു സ്ത്രീയെ വധിച്ചു എന്ന് പറഞ്ഞാൽ എന്തൊരു നാണക്കേടാ. അതെന്നെ നവവധുവാണ്. ഇവള് കൊല്ലുമെന്നല്ലല്ലോ പറഞ്ഞത്. ഇവളുടെ 8ാമത്തെ പുത്രനാണ് വധിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഇവള് കൊല്ലുന്നത് ഉറപ്പായി. അങ്ങനെയാണെങ്കിൽ ഇവൾക്കുണ്ടാകുന്ന ആ സന്താനങ്ങളെയൊക്കെ ഞാൻ എന്ത് ചെയ്തേക്കാം? അങ്ങോട്ട് തന്നേക്കാം. അപ്പൊ കുട്ടികളെ കൊന്നാ മതിയല്ലോ. 8ാമനെ അതുപോലെ കൊന്നു കഴിഞ്ഞാൽ അങ്ങയ്ക്ക് സഹോദരിയെ കൊന്നെന്ന പേരുദോഷമോ സ്ത്രീയെ വധിച്ചെന്നുള്ള പേരുദോഷമോ അങ്ങയ്ക്ക് ഉണ്ടാവില്ല. അപ്പൊ കംസൻ ആലോചിച്ച്, ശരിയാണല്ലോ, അതല്ലേ നല്ലത്. ഉടൻ തന്നെ 2 പേരെയും പിടിച്ച് കാരാഗ്രഹത്തിൽ അടയ്ക്കുക. അപ്പോ
ഈ വാർത്ത കേട്ട ഉടനെ തന്നെ ആര് കൊല്ലാൻ ഒരുങ്ങി? കംസൻ. ആരെ? തന്റെ സ്വന്തമല്ലെങ്കിൽ പോലും സ്വന്തമായി കരുതിയിരിക്കുന്ന സഹോദരിയെ ആര് കൊല്ലാൻ ഇറങ്ങുക? കംസൻ. അപ്പൊ സ്നേഹം പോയി. അതുകൊണ്ട് നമ്മൾ കംസനെ എന്ത് ചെയ്യുക? വിദ്വേഷിക്കുക. അവന് കാണിച്ചത് തെറ്റാണ്. എന്റെ ചോദ്യം അതല്ല. ഈ കംസന്റെ ഇപ്പുറത്ത് വേറൊരാളുണ്ടായിരുന്നല്ലോ. ആരാ? വസുദേവര്. വസുദേവരെന്താ ചെയ്തത്? വസുദേവരെന്താ ചെയ്തത്? ഞങ്ങളുടെ മക്കളെ അങ്ങോട്ട് തരാം. എന്തിനാ? വളർത്താനാ? അല്ല. എന്റെയും ദേവകിയുടെയും ജീവൻ രക്ഷിക്കണമെങ്കിൽ അങ്ങോട്ട്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ എന്താ? ഏതൊരുത്തനും സ്വന്തം ജീവൻ കഴിഞ്ഞേ ഏത് സ്നേഹവും ഉള്ളൂ. അത് കംസനായാലും ഭഗവാന്റെ അച്ഛനായാലും അങ്ങനെ തന്നെ. പിന്നെ നമ്മൾ പറഞ്ഞൊരു ന്യായമുണ്ട്. എന്താണെന്നറിയാവോ? അത് ഭഗവാനാണ് അവതരിക്കാൻ പോകുന്നതെന്ന് ആർക്കറിയാം? വസുദേവർക്കറിയാം. അതുകൊണ്ട് എട്ടാമൻ ആരെ കൊന്നോളും? കംസനെ വധിച്ചോളും. സമ്മതിച്ചു, ഞാൻ അത് അംഗീകരിക്കാം. അപ്പൊ അതിനു മുമ്പ് 7 ഉണ്ടാവുമല്ലേ? അതിന്റെ കാര്യം എങ്ങനെ? അതൊക്കെ ന്യായമാ. ഇവിടെ ഭഗവാൻ കാണിച്ചു തരിക. എന്റെ അച്ഛനായാൽ പോലും ഈ ശരീരബോധമാണോ ഉള്ളത്? ആ ശരീരബോധമുള്ളവർക്കെല്ലാം സ്വന്തം ജീവൻ തന്നെയാണ് പ്രധാനം. അവിടെ കംസനെന്നോ വസുദേവരെന്നോ ഭേദമൊന്നും ഇല്ല. പിന്നെ എനിക്ക് തോന്നുന്ന കംസന കുറച്ചുകൂടെ മനസ്സാക്ഷിയുള്ളത്. കാരണം ഈ കാരാഗൃഹത്തിൽ കഴിയുന്ന സമയത്ത് ആദ്യത്തെ കുട്ടി ഉണ്ടായി, കാവൽക്കാരായിട്ടിരിക്കുക. ഈ കംസൻ കുട്ടികളെ പ്രസവിച്ചു. ശബ്ദം കേട്ട ഉടനെ തന്നെ ഓടിയെത്തിയ കംസൻ ആ കുട്ടിയെ എടുത്തുകൊണ്ടുപോയി കാലിൽ പിടിച്ചുകൊണ്ട് പാറയിൽ അടിക്കാൻ ഒരുങ്ങിയപ്പോ ഒന്ന് ചിന്തിച്ചു. എന്താ അത്? ഇവൻ കൊല്ലുവെന്നല്ലോ പറഞ്ഞത്. എട്ടാമനാണ്. ഞാനെന്തിനാ ഈ കുഞ്ഞിനെ കൊല്ലുന്നത്? കൊടുത്തു. ആർക്ക്? ദേവകിക്ക്. എന്നിട്ട് ദേവകിക്ക് ഭയങ്കര സന്തോഷം, സ്തന്യമൊക്കെ കൊടുത്തു. അപ്പോൾ വസുദേവരൊരു വാക്ക് പറഞ്ഞു, ദേവകി, ഇവനെ വിശ്വസിക്കരുത്. ഇവൻ ഇന്ദ്രിയ നിഗ്രഹം നേടിയിട്ടുള്ളവൻ അല്ല. ഏത് സമയത്തും എന്തു മാറാം? മനസ്സ് മാറാം. പക്ഷേ കംസന്റെ മനസ്സ് മാറിയില്ലായിരുന്നു. പക്ഷെ ഇളക്കാൻ ഒരാൾ അവിടെ ചെന്നു. ആരാ? നാരദര്. നാരദർ അവിടെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം ചോദിച്ചു, എന്തുകൊണ്ട് വിശേഷം? എന്നാ ഇങ്ങനെ കറങ്ങിയൊക്കെ വന്നതാ. അപ്പൊ പറഞ്ഞു, എടാ നീ എന്തൊരു മണ്ടത്തരവാ കാണിച്ചത്. അപ്പൊ ചോദിച്ചു, കംസൻ ചോദിച്ചെന്താ? അല്ല, ഇങ്ങനെ കണ്ട അശരീരിയൊക്കെ കേട്ടു, എട്ടാമൻ കൊല്ലുവന്നോ, എന്നിട്ട് നീ പൂട്ടിയിട്ടിരിക്കുകയാണെന്നാ പിള്ളാരെ കൊല്ല, എന്നിട്ട് നീ ആദ്യത്തേതിനെ ഉണ്ടായിട്ട് കൊന്നില്ല എന്നാണല്ലോ വാർത്ത. അത് ശരിയല്ലേ? എട്ടാമനല്ലേ? എടാ, നിന്നെ കളിപ്പിക്കാനാ. 1 2 3 4 5 6 7 8 താഴോട്ട് ഇറങ്ങുമ്പോ എട്ടാമത്തെ കുട്ടി ഏതായിരിക്കും? അവസാനെത്തിയ. എടാ, നീ തിരിച്ചൊന്ന് എണ്ണിക്ക് പുറകോട്ട്. അപ്പൊ ഒന്നാമൻ ആരാവും? എട്ടാമനാവും. ഇനി ദേവന്മാർക്കറിയാം നീ കൊല്ലുവെന്ന്. അതുകൊണ്ട് ചിലപ്പോ എട്ടാമനെ പിടിച്ച് 5ആമനാക്കി വിടുന്നെങ്കിലോ? നീ അറിയൂ? ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്നും പറഞ്ഞ് ആര് മുങ്ങി അവിടുന്ന്? അടുത്ത നിമിഷം ഓടുക. ആര്? കംസൻ. ചെന്നിട്ട് ആരെ? ആ കൊടുത്ത കുഞ്ഞിനെ എല്ലാത്തിനെയും കൊല്ലുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ കംസനെ തിരിച്ചു വിട്ടത് ആരാ? നാരദ. ഇനി പിന്നെ വേറെ കാര്യമുണ്ട്, ഇവർ അഷ്ടവസ്തുക്കളാണ്, ഇവർക്ക് ശാപം കെട്ടിയിട്ടുണ്ട്, ഇവര് പോണം, അത് മറ്റൊരു കാര്യം. എങ്കിൽ പോലും കംസനെ പ്രേരിപ്പിച്ചു വിട്ടതാരാ? നാരദര. അങ്ങനെ പിന്നെ ഭഗവാൻ അവിടെ പിറന്നു. അതൊക്കെ നമ്മൾ പറഞ്ഞു. ഭഗവാൻ തന്നെ അതിനു മുമ്പ് പിറക്കുന്നതിന് മുമ്പ് തന്നെ മായാശക്തിയെ വിളിച്ചു പറഞ്ഞു, നീ ഇതേ സമയത്ത് തന്നെ നന്ദഗോപരുടെ ഗൃഹത്തിൽ, ആരുടെ? യശോദയുടെ ഗർഭത്തിൽ പിറക്കണം. എന്നിട്ടോ എന്നെ ഇവിടെ പ്രസവിക്കുന്ന ദിവസം എന്നെ അങ്ങോട്ട് കൊണ്ടുവരും, നിന്നെ എടുത്തോണ്ട് ഇങ്ങോട്ടും വരും എന്നൊക്കെ ഭഗവാൻ തന്നെ എല്ലാം പറഞ്ഞ് നടപ്പാക്കിയിട്ടാണ് അന്നത്തെ ദിവസം ഭഗവാൻ എന്ത് ചെയ്യുന്നു? അവതരിക്കുന്നത്. ആ അവതരിച്ച കാര്യവും ഞാൻ പറഞ്ഞു. ഭഗവാൻ അവതരിച്ചത് കൃഷ്ണനായിട്ടല്ല, ചതുർബാഹുവായിട്ട്, വിഷ്ണുവായിട്ട്. അതുകൊണ്ടാണ് സ്വധാമത്തിലേക്ക് പോകുമ്പോൾ 2 കൈകളോടുകൂടി അല്ല പോയത്, 4 കൈകളായിട്ടിരുന്നു തന്നെയാണ്.
ആ വസുദേവരും ദേവകിയും പ്രാർത്ഥിച്ചതിന്റെ പശ്ചാത്തലത്തിൽ എന്ത് ചെയ്തു? ഈ രൂപം മാറ്റിയിട്ട് മനുഷ്യരൂപത്തിലേക്ക് ആരായതാ? ഭഗവാനായി വസുദേവരെ ചുമന്നുകൊണ്ട് നേരെ എവിടെ പോയി? അവിടെ കൊണ്ടുവന്നു. അവിടെ നിന്നും അവിടുത്തെ പെൺകുട്ടിയെ എടുത്തുകൊണ്ട് ഈ കാരാഗൃഹത്തിലേക്ക് കൊണ്ടുവന്ന് വെക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഈ കഥയുടെ ട്വിസ്റ്റ് മുഴുവൻ കിടക്കുന്നത് ഇവിടെ. ഈ മാറ്റമാണ്, കൈമാറ്റമാണ്. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും കാരണവശാൽ യശോദ, ദേവകിക്കറിയാം യശോദ തനിക്കുണ്ടായത് ആൺകുട്ടിയല്ല പെൺകുട്ടിയായിരുന്നു എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ കഥ എന്തേലും ഇങ്ങനെ നടക്കുവോ ഇല്ലയോ? ദേവകി അറിഞ്ഞിട്ട് അല്ല, യശോദ തനിക്കുണ്ടായ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് അറിഞ്ഞില്ല. എന്റെ സംശയം അതല്ല, പഴയ കാലമാണ്. ഏതായാലും ഇപ്പോഴത്തെ അല്ല, ഇപ്പോഴത്തെയാണ് നമുക്ക് പിന്നെ എന്തായാലും പറഞ്ഞു നിൽക്കാം. എന്തായാലും ഒരമ്മ പ്രസവിച്ചാൽ തനിക്ക് ഉണ്ടാകുന്ന കുട്ടി ആണാണോ പെണ്ണാണോ എന്നോ അപ്പോൾ തന്നെ അറിയുമോ ഇല്ലയോ? പ്രസവിച്ചവർക്കേ അറിയത്തുള്ളൂ, എനിക്കറിയത്തില്ല. പണ്ടേതായാലും അനസ്തേഷ്യയുടെ പരിപാടി ഇല്ലായിരുന്നു, സിസേറിയനും ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നു, എല്ലാം എവിടെ വെച്ചാ? ഓപ്പണായിട്ട. അപ്പൊ സ്വാഭാവികമായ പ്രസവമാണെങ്കിൽ തീർച്ചയായിട്ടും അമ്മ തനിക്കുണ്ടായ കുട്ടിയെ അറിയും, ഇല്ലേ? അപ്പൊ ദേവഗീത അല്ല യശോദ ഇത് അറിഞ്ഞിട്ടില്ല. അപ്പം വ്യാസൻ അറിയാം ഇങ്ങനത്തെ കുറച്ച് ചോദ്യവും വരും എന്ന് വരുന്നത് കൊണ്ട് ആ 3-ാമത്തെ അധ്യായം തീർക്കുന്നത് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടാ. ഇതെല്ലാം പറഞ്ഞ് ഇങ്ങനെ കൈമാറ്റം ചെയ്യലും എല്ലാം നടന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് പറയാ, ഏതെങ്കിലും ഒരുത്തൻ ഇങ്ങനെ ഒരു സംശയമായിട്ട് വന്ന അവന് ഉത്തരം കൊടുക്കണ്ടേ? അതിന് പറഞ്ഞ വാചകം നതല്ലിംഗം പരിശ്രാന്ത നിദ്രയാ അപകൃത സ്മൃതി എന്നൊരു വാര്യം അവിടെ വെച്ചു. എന്താ? ഈ ദേവകി യശോദ പ്രായം ചെന്നാണ് പ്രസവിച്ചത്. അതുകൊണ്ട് ഈ പ്രസവ സമയത്തുണ്ടായ, വളരെ വ്യക്തമല്ലേ, പ്രസവ സമയത്ത് ബോധം ഇല്ലായിരുന്നോ? വ്യക്തം. അപ്പൊ പിറന്നത് 4 കൈകളോട് കൂടിയാണെന്നുള്ള, അല്ലെങ്കിൽ പിറന്നോ എന്നൊന്നും ആർക്കറിയില്ല, യശോദയ്ക്കറിയില്ല. അങ്ങനെ ബോധം കെട്ട് ഉറങ്ങിപ്പോയത് കൊണ്ട് ഉണ്ടായ കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് തപ്പി നോക്കിയില്ല എന്നർത്ഥം. അതല്ലിംഗം. ഇല്ലെങ്കിൽ സംശയം ഉണ്ട്, നോക്കിക്കാം 3-ാമത്തെ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകം എന്തിനത് വെച്ചു? അത് കാരണം ആ ഒരു മുട്ടന്ത ന്യായം വെച്ചിട്ടാണ് ഇത് സാധൂകരിക്കുന്നത്. അതല്ല എങ്കിൽ ഈ കഥ ഒന്നും ഇങ്ങനെ ഈ കൈമാറ്റം നടക്കില്ല. കൃഷ്ണൻ അവിടെ പോയി താമസിക്കാൻ പറ്റില്ല. ഏതായാലും അങ്ങനെയൊക്കെ നടത്തി മാറ്റി പെൺകുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. കംസൻ അറിഞ്ഞു, കംസൻ കൊല്ലാനൊരുങ്ങി, കയ്യിൽ നിന്നും വഴുതി ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങി. പിന്നെ കംസൻ കാണുന്നത് 16 കൈകളോടുകൂടി നിൽക്കുന്ന സാക്ഷാൽ പരാശക്തിയെയാണ്. അവിടെ വെച്ച് പറഞ്ഞു, ഹേ കംസ, നിനക്കെന്നല്ല ആർക്കും എന്നെ വധിക്കാൻ പറ്റില്ല. നിന്റെ കാലൻ എവിടെ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു? ഗോകുലത്തിലുണ്ട്, വേണേ കണ്ടുപിടിച്ചോളാൻ ആര് പറഞ്ഞു? അശരീരി. ഭയന്നു പോയി കംസൻ. ഇത്രയും ഒരുക്കങ്ങൾ ചെയ്തിട്ടും വിധി നടന്നിരിക്കുന്നു. പിന്നെ എന്ത് ചെയ്യണം? ഈ കുഞ്ഞിനെ കണ്ടുപിടിച്ച് ഇല്ലാതാക്കണം. അതിന് അദ്ദേഹം ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ടാക്കി. അതിൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു ആരാ? 1-ാമത്തെ ആള് പൂതന. ആദ്യം ഒരു സ്ത്രീയെ തന്നെ അങ്ങോട്ട് വിടാമെന്ന് വെച്ചു. അങ്ങനെ ഈ പൂതന എന്ന് പറയുന്ന ഈ സ്ത്രീയെ, രാക്ഷസി, എന്ത് ചെയ്തു? അതിസുന്ദരിയായിരിക്കുന്ന ഒരു ഗോപികയായിട്ട് അങ്ങോട്ട് മാറി. എന്നിട്ട് കംസൻ പറഞ്ഞു വിട്ടിരിക്കുന്നത്, ഗോകുലത്തിൽ 10 ദിവസത്തിന്റെ ഉള്ളിൽ ജനിച്ചിരിക്കുന്ന മുഴുവൻ കുഞ്ഞുങ്ങളെയും കൊന്നേര്. ആരാണെന്ന് എവിടാണെന്നൊന്നും അറിയില്ലല്ലോ. അങ്ങനെ ഇവള് ഓരോ വീടുകളിലും പോകാമെന്ന് വെച്ച് പോയി അവസാനം ഈ നന്ദഗോപരുടെ ഗൃഹത്തിൽ എത്തി. നന്ദഗോപരുടെ ഗൃഹത്തിൽ എത്തിയപ്പോൾ ഈ പൂതനയ്ക്ക് അങ്ങോട്ട് കേറാൻ പറ്റുന്നില്ല. ഭയങ്കരമായ ക്യൂ നിൽക്കുക. എന്താ കാര്യം? ഈ ഗോകുലം മുഴുവൻ വാർത്ത വരുന്നു, തങ്ങളുടെ രാജാവായിരിക്കുന്ന നന്ദഗോപർക്കൊരു
ആൺകുട്ടി ഉണ്ടായിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ കംസനെ ഭയന്ന് വസുദേവരുടെ തന്നെ മറ്റൊരു പത്നിയായ രോഹിണിയും എവിടെയുണ്ട്? അവിടെ പാർക്കുന്നുണ്ട്. ഈ രോഹിണി അതിനു 10 ദിവസം മുമ്പ് പ്രസവിച്ചു. അതാണ് ആര്? ബലരാമൻ. ആ കഥയോടെ പറയും. അങ്ങനെ രോഹിണിയും അതുകൂടാതെ ഇപ്പൊ ദേ ഇവിടെ ആരും ഉണ്ടായിരിക്കുന്നു? അതിസുന്ദരനായ ഒരു കുഞ്ഞ് ഉണ്ടായിരിക്കുന്നു. ഇവനെ കാണേണ്ടതാണ്, അതിതേജസ്വിയായ കുഞ്ഞാണ് എന്നറിഞ്ഞപ്പോൾ ആ ഗോകുലത്തിലുള്ള സകല സ്ത്രീകളും ആരെ കാണാമെന്ന് നിൽക്കുക? ഈ കുഞ്ഞുങ്ങളെ കാണാൻ. പക്ഷെ ആള് കൂടിയപ്പം ക്യൂ അങ്ങ് നീണ്ടു പോയി. ആളെ നിർത്തിയാ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയ ക്യൂ എങ്ങും കണ്ടിട്ടില്ല. ഓണത്തിന് ഉത്രാടത്തിന്റെ അന്ന് ബിവറേജസിന്റെ അവിടെ ഇത്രയും വലിയ ക്യൂ കാണാറുള്ളൂ. അതേപോലുള്ള ക്യൂ ആയിരുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് ക്യൂവിൽ കയറി. ഇവരെ എന്താണ്, കുഞ്ഞിനെ ഒന്ന് എടുക്കാൻ പോലും ആർക്ക് കിട്ടുന്നില്ല. ദേവകിക്ക് യശോദയ്ക്ക് കിട്ടുന്നില്ല. വരുന്നവര് കുഞ്ഞിനെ എടുക്കുന്നു, താലോലിക്കുന്നു, സ്തന്യം കൊടുക്കുന്നു. അത് കുടിച്ച് അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ ഏകദേശം എല്ലാവരും തീർന്നു. സന്ധ്യയോടടുത്തു. അപ്പോഴത്തേക്ക് പുറകിൽ നിൽക്കുകയായിരുന്നു ആര്? ഈ പൂതന നേരെ യശോദയുടെ ഗൃഹത്തിലേക്ക് കയറുകയാണ്. യശോദയോ ഈ വരുന്നവർക്കെല്ലാം കാപ്പി ചായ ഉണ്ടാക്കി കൊടുക്കാൻ അടുക്കളയിൽ നിന്ന് പുറത്തോട്ടിറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ വരുന്നവരെ സ്വീകരിക്കലിന്റെ തിരക്കിലാണ്. അപ്പൊ ആര് വന്നു പോകുന്നു എന്നൊന്നും അറിയുന്നില്ല. അങ്ങനെ പൂതന ഗൃഹത്തിലേക്ക് പ്രവേശിച്ചു. അപ്പൊ കണ്ടു, മുറിക്കകത്ത് ആര് കിടക്കുന്നത്? ഈ കുഞ്ഞു മഞ്ചത്തിൽ കിടക്കുന്നുണ്ട്. പൂതന നേരെ അങ്ങോട്ട് കയറി ചെന്നു. ആ കയറി ചെന്ന പൂതന ആരെ നോക്കി? ഈ കൃഷ്ണനെ നോക്കി. കൃഷ്ണനും തിരിച്ചാരെ നോക്കി? പൂതനയെ നോക്കി. നോക്കിയ ഉടനെ തന്നെ കൃഷ്ണൻ കണ്ണു അടച്ചു. അപ്പൊ പൂതനയെ കാണുമ്പോൾ ആര് കണ്ണടയ്ക്കും? കൃഷ്ണൻ കണ്ണടയ്ക്കും. ചിലരൊക്കെ പ്രസവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ കാണാൻ പോവരെ. കാണുമ്പോ ചിലപ്പോ പറയും, ഓ ഞാൻ അങ്ങോട്ട് കേറി ചെന്നപ്പോഴേ അവൻ എന്നെ കണ്ട ഉടനെ കണ്ണടച്ചു, മുൻപരിചയം പോലെയാന്ന്. അതുകൊണ്ടല്ല, ആരെ കണ്ടാ കണ്ണടയ്ക്കുമെന്നാ പറഞ്ഞത്. ആ ഭൂതനെ കണ്ടു കഴിഞ്ഞാൽ കൃഷ്ണൻ സകല കൃഷ്ണന്മാരും ഒപ്പം കണ്ണടയ്ക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? വന്നത് ആരാന്ന് മനസ്സിലായി. അതുകൊണ്ട് മേലെ പറഞ്ഞേക്കല്ല, അഥവാ കണ്ണടച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആരോടും ചെന്ന് ഇത് പരിചയമല്ല, ആ കുഞ്ഞ് പേടിച്ചിട്ടായിരിക്കും കണ്ണടച്ചത്. ഏതായാലും കണ്ണടച്ചു. ഉടൻ തന്നെ പൂതന നോക്കിയപ്പോ നല്ല സൗകര്യം. നേരെ ആ കുഞ്ഞിനെ കയ്യിലേക്ക് എടുത്തു, ഒന്ന് വാത്സല്യപൂർവ്വം ഒക്കെ ഒന്ന് തലോടി. അതിനുശേഷം എന്ത് ചെയ്യുകയാണ്? കൊടും വിഷം പുരട്ടിയ ആ എന്താണ് സ്തന്യം ആർക്ക് കൊടുക്കുകയാണ്? ഈ കുഞ്ഞിന് കൊടുക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഇപ്പോഴത്തെ പൊട്ടാസ്യം സൈനൈഡ് പോലത്തെ ഏതാണ്ട്. പൊട്ടാസ്യം സൈനൈഡിന്റെ സ്വാദ് ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ലെന്നാ പറയുന്നത്. ആ കണ്ടുപിടിച്ചവൻ ഇതെടുത്ത് വായിലിട്ടിട്ട് എസ് എന്ന് എഴുതിയുള്ളെന്നാ. അതുകൊണ്ട് നമുക്ക് ഇപ്പോഴും കൺഫേം ചെയ്യാൻ പറ്റിയിട്ടില്ല സാൾട്ട് ആണോ ഷുഗർ ആണോ ഇതിന്റെ ടേസ്റ്റ്. ഇനി ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ അക്ഷരമേ എഴുതാവൂ, ആദ്യത്തെ ഞങ്ങൾക്ക് അറിയാം. അങ്ങനെ ഉണ്ട്. ഏതായാലും എന്താണ്, ഈ വിഷം പുരട്ടിയാണ് അങ്ങോട്ട് ചെന്നിരുന്നത്. കുട്ടി കുടിച്ചു. അപ്പോ ഈ സ്തന്നി അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഭൂതന മനസ്സിൽ കരുതുകയാണ്, കുടിച്ചോ നീ, ഇപ്പൊ ചാകുവട, ഇപ്പൊ ചാകും, ചാകണം. ഇതാണ് ആരുടെ ചിന്ത? പൂതനയുടെ. കുറച്ചു നേരം കുടിച്ചിട്ട് ഒരനക്കോ ഇല്ല. അപ്പൊ എടുത്ത് തിരിച്ചു കിടത്തി. അന്നേരവും മനസ്സിലുള്ള ചിന്ത എന്നാ? ചാകട, നീ ചാകും എന്നുള്ള ചിന്തയോട് ചിന്തിച്ചുകൊണ്ടാണ് ആര് സ്തന്യം കൊടുക്കുന്നത്? ഈ പൂതന. തിരി കഴിഞ്ഞിട്ട് ഒരു മാറ്റവും ഇല്ല. അപ്പോഴാണ് തന്റെ ശരീരമൊക്കെ ഒന്നും വലിഞ്ഞു മുറുകുന്നതായിട്ട് ആർക്ക് തോന്നിയത്? പൂതനയ്ക്ക് തോന്നി. സന്ധികളിലൊക്കെ നല്ല പിടുത്തം. അപ്പോഴത്തേക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അന്ന് എഴുന്നേറ്റാൽ മതിയെന്നായി. എഴുന്നേക്കണം എന്നുണ്ടെങ്കിൽ ആരെ മാറ്റണം? ഈ കുഞ്ഞിനെ മാറ്റണം. പതുക്കെ കൈകൊണ്ട് കുഞ്ഞിനെ ഒന്ന് സ്തന്യത്തിൽ നിന്നും വിടിവിച്ച് ഒന്ന് മാറ്റാമെന്ന് കരുതി. പക്ഷേ യവൻ വിടുന്നില്ല. തള്ളും തോറും പിടി അങ്ങോട്ട് മുറുക്കുക. നിൽക്കാൻ വയ്യാത്ത സ്റ്റേജിലായി. ആര്? വേദന കൊണ്ട് പൊളയുകയാണ് പൂതന. പല പ്രാവശ്യം ഇവിടെ പറയുന്ന മുഞ്ച ബാല, വിടറാ ചെറുക്കാന്നാ പറയുന്നത്. എന്നിട്ടും ആര് വിടുന്നില്ല? കൃഷ്ണൻ നോക്കിയപ്പോ നല്ല 2 പെപ്സി കുപ്പി കിട്ടിയിരിക്കുന്നു. അന്നാ കുടിച്ചേക്കാന്ന് വെച്ചു. അത്രയുള്ളു കാര്യം. അങ്ങനെ
പല പരിപാടി നോക്കിയിട്ടും നടക്കുന്നില്ല. അവസാനം എന്താണ്, ഇവക്ക് നിൽക്കാൻ വയ്യാത്ത അവസ്ഥയായി, ചാടി എഴുന്നേറ്റു. അപ്പോൾ മാറിൽ ആര് കിടക്കുകയാണ്? ഈ കുഞ്ഞ് കിടക്കുകയാണ്. അപ്പോഴത്തേക്ക് തന്നെ സ്വാഭാവികം ആ വേഷം, പ്രച്ഛന്ന വേഷമൊക്കെ അങ്ങ് മാറി യഥാർത്ഥത്തിലുള്ള പൂതനയായി മാറി. ഈ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അങ്ങോട്ട് ഓടിയിട്ട് കുറെ ദൂരം ചെന്നപ്പോൾ മലർന്നു വീണു. അങ്ങനെ ആ ജീവനെ മുഴുവൻ ആരിങ്ങോട്ട് വലിച്ചു. അതാണ് അഷ്ടാക്ഷരത്തിൽ പറയുന്നത് പൂതനാസു ജീവിതഹര. പൂതനയുടെ ജീവിതത്തെ തന്നെ, അസുവിനെ തന്നെ ഹരിച്ചവൻ എന്ന രീതിയിലാണ്. അങ്ങനെ ആ പൂതന വീണു. ശബ്ദം കേട്ടപ്പോഴത്തേക്ക് എല്ലാരും ഓടി വന്നു. നോക്കുമ്പോ മല പോലെ ഒരു സാധനം കിടക്കുന്നു. ഏണി വെച്ച് കയറിയാണ് ആരെ ഇറക്കിയത്? ഈ കൃഷ്ണനെ എടുത്തുകൊണ്ട് വന്നത്. അതിനുശേഷം ഇവര് ഭയന്നു പോയി. ഇതിനേതാണ്ട് പ്രേതബാധയാണെന്ന് കരുതി അവരുടേതായ മന്ത്രതന്ത്ര രീതികള്, പശുവിന്റെ ചാണകം കലക്കിയിട്ട് ആ വെള്ളത്തിൽ കൊണ്ടുപോയി മുക്കുക, എന്നിട്ട് ഇന്ന ദിക്കിൽ ഇന്ന ദേവത രക്ഷിക്കട്ടെ, അതേപോലെ തന്നെ വേപ്പില കൊണ്ട് അടിക്കുക, ഗോമൂത്രത്തിൽ മുക്കുക എന്നൊക്കെയുള്ള അവരുടെ പ്രാകൃതമായ ആചാര രീതികളും ഒക്കെ ചെയ്തുകൊണ്ട് അവരങ്ങനെ വെച്ചു. അതിനുശേഷം ഈ പൂതനയുടെ ശരീരം അവർക്ക് ഒറ്റയ്ക്ക് എടുത്തോണ്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് പൂതനയുടെ ശരീരം കഷ്ണങ്ങളാക്കി, ഓരോരോ കഷ്ണങ്ങളാക്കി കൊണ്ടുവന്നു വെച്ചാണ് ചിതയിൽ വെച്ച് ദഹിപ്പിച്ചത്. അങ്ങനെ ആ പൂതനയുടെ ശരീരം കത്തിയമർന്നപ്പോൾ സാധാരണ മനുഷ്യമാംസം കത്തുന്ന അല്ലെങ്കിൽ ഒരു മാംസം കത്തുന്ന ഗന്ധമായിരുന്നില്ല, മറിച്ച് സുഗന്ധമായിരുന്നു അവിടെ മുഴുവൻ പരന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് വളരെ പ്രസിദ്ധമായ ആ കഥ പറയുന്നത്. ഈ കഥയ്ക്ക് നമ്മുടെ ഇടയിൽ പറയുന്ന ഒരു പേരുണ്ട്. എന്താ? പൂതന മോക്ഷം. പരിപാടി നടത്തിയെന്ന് തോന്നാ. പൂതന എന്താ ചെയ്തത്? കൊല്ലുവല്ലായിരുന്നു. അപ്പൊ പൂതനയെ കൊന്നപ്പം മാത്രം എന്തായിപ്പോയി? മോക്ഷം. കേശിയെ കൊന്നപ്പോഴും കംസനെ കൊന്നപ്പോഴും ബാക്കി ആരെയൊക്കെ കൊന്നിട്ടുണ്ടോ അന്നേരമൊക്കെ വന്നത് എന്താ? വധവ. അതെന്താ? പൂതനാ മോക്ഷത്തിന് മാത്രം അല്ലെങ്കിൽ പൂതനാവധത്തിന് മാത്രം മോക്ഷമെന്നായത്? പൂതനയ്ക്കല്ല മോക്ഷം അവിടെ. അതാണ് പ്രത്യേകത. അത് ഞാൻ പറയാം. പൂതനയ്ക്കല്ല മോക്ഷം അവിടെ. ഇവിടെ പൂതന എന്നാണ് വാക്ക്. അന്ന് മാഹാത്മ്യത്തിന് അന്ന് സാറ് അതന്നെയാ വ്യാഖ്യാനിച്ചത്. പൂതന എന്ന വാക്കിന്റെ അർത്ഥം സാറ് പറഞ്ഞതാ, മാഹാത്മ്യം കേട്ടവർക്കറിയാം. ന പൂത പൂതന. പൂതയല്ലാത്തവളാണ് ആര്? പൂതന. പൂത എന്ന വാക്കിന്റെ അർത്ഥം പരിശുദ്ധ. പരിശുദ്ധയല്ലാത്തവളാണ് ആര്? പൂതന. എന്തുകൊണ്ട് പരിശുദ്ധി ഇല്ലാതായി? ഇവിടെ യശോദയുമുണ്ട് പൂതനയുമുണ്ട്. രണ്ട്. യശോദ സ്വന്തം അമ്മയാണോ? അല്ല, വളർത്തമ്മയാണ്. പൂതനയും അമ്മയല്ല. കാരണം ഇവിടെ അമ്മാന്ന് പൂതന എന്ന് പറയാൻ കാര്യം, ആർക്ക് മാത്രമേ സ്തന്യം കൊടുക്കാൻ പറ്റൂ? എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമോ? പിന്നെ ആർക്കാ? അമ്മയ്ക്കേ കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് സ്തന്യം കൊടുത്തപ്പോൾ പൂതന ആരായി? അമ്മയുടെ സ്ഥാനമായി. ആ സ്തന്യം കൊടുക്കുമ്പോൾ ഒരു മാതാവിന്റെ മനസ്സ് എങ്ങനായിരിക്കണം? അത് കൊടുത്തവർക്കേ അറിയത്തുള്ളൂ. ഒരമ്മ കുഞ്ഞിന് സ്തന്യം കൊടുക്കുമ്പോൾ ഉള്ളിലുള്ള ചിന്ത എന്താവും? കൊടുക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. ഒതുക്കത്തിൽ ഇരുന്നിങ്ങനെ കൊടുക്കുമ്പോ ഈ അമ്മ എന്ത് ചെയ്യും? ഈ കുഞ്ഞിന്റെ കാലയിലൊക്കെ ഇങ്ങനെ തടവും, അല്ലേ? വേഗം കുടിച്ചോ, മുഴുവൻ കുടിച്ചോ, നിന്റെ കാല് വളരട്ടെ പറയുക. അതങ്ങനെയാ. ഇപ്പൊ ഞാൻ പറഞ്ഞു തരണം എന്നായി. ഇത് കൊടുത്താലേ അതറിയാൻ പറ്റുകയുള്ളൂ. കാല് വളരട്ടെ, കൈ വളരട്ടെ എന്നുള്ള ഒരു അമ്മയുടേതായ ഭാവത്തോടു കൂടിയാണ് കൊടുക്കുക. യശോദ അമ്മയല്ല എങ്കിൽ പോലും ആ കുഞ്ഞിന് സ്തന്യം കൊടുക്കുമ്പോൾ യശോദയുടെ മനസ്സിൽ എന്തായിരുന്നു? നീ വളരണം, നീ മിടുക്കനാവണം, നിന്റെ കാല് വളരട്ടെ, നിന്റെ കൈ വളരട്ടെ. ഇപ്പുറത്ത് ആരും കൊടുത്തു? പൂതനയും കൊടുത്തു. പൂതന കൊടുത്തോണ്ടിരുന്നപ്പോൾ മനസ്സിൽ എന്തായിരുന്നു ചിന്ത? നീ ചാകണേ, ചാകും,
ഇപ്പൊ ചാകുവാടാ, ഇപ്പൊ കുടിച്ചോ എന്ന് പറഞ്ഞാ കൊടുത്ത്. അതുകൊണ്ട് അവൾ ആരായില്ല? ശുദ്ധയായില്ല. അതുകൊണ്ട് അവളുടെ പേരെന്തായി? പൂതന. അപ്പൊ ഈ ശുദ്ധിയോടുകൂടി വേണം ഒരമ്മ ആർക്ക്? കുഞ്ഞിന് അതുകൂടെ പഠിപ്പിക്കുക. അല്ലാതെ പൂതനയ്ക്ക് മാത്രമുള്ളതല്ല, ഇതിപ്പോഴുള്ളവർക്കുമുള്ള ഒരു അമ്മ കുഞ്ഞിന് സ്തന്യം കൊടുക്കുമ്പോൾ ഈ ഭാവത്തോടു കൂടി വേണം കൊടുക്കാൻ. അങ്ങനെ അല്ല എങ്കിൽ ആ അമ്മയോ ആരാവും? കാരണം ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അവകാശമാണ് ഏത്? സ്തന്യം. അമ്മ കൊടുക്കാനുള്ളതൊന്നും അല്ല, ആ കുഞ്ഞിനുള്ള അവകാശം. അവന് ഇഷ്ടമുള്ളപ്പം വരും, കുടിക്കും, ഇറങ്ങിപ്പോവും. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിനല്ല. കാരണം എന്താ? അത് ആ കുഞ്ഞിന്റെ അവകാശമാണ്. ഡോക്ടർമാര് തന്നെ പറയല്ലേ, ഗൈനക്ക് പറയില്ലേ, ഡെലിവറി കഴിഞ്ഞാൽ 2 മണിക്കൂറിനകം എന്ത് കൊടുക്കണം? സ്തന്യം കൊടുക്കണം. അതിന്റെ ഓസ്ട്രം അങ്ങനെയാണ്ട് അവർ പറയുക. ഇതാണ് അന്നേരം കുടിക്കുന്ന ആ സാധനമാണ് ഓരോ കുട്ടിയുടെയും കാലിബർ നിർണയിക്കുന്നതെന്ന. അതുകൊണ്ടാണ് ഈ മിലിറ്ററി പോയി ട്രെയിനിങ് കഴിഞ്ഞ് വരുന്ന ആ പിള്ളേരോടൊക്കെ ഒന്ന് ചോദിക്കണം, എങ്ങനെ ഉണ്ടായിരുന്നടാ മിലിറ്ററിയിലെ ആ ട്രെയിനിങ്? പറയുന്ന വാക്ക് എങ്ങനെയാ? കുടിച്ച നിങ്ങൾ ഏറ്റുമാനൂരുകാരല്ല, ഇംഗ്ലീഷിലൊക്കെ കേട്ടിട്ടുള്ളായിരിക്കും. കുടിച്ച മുലപ്പാല് പുറത്തു വന്നു എന്ന് അവര് പറയും. കാരണം എന്താ? അന്ന് കിടന്നതാണ്, അതാണ് അവന്റെ കാലിബർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിസ്ഥാനമായിട്ട് കൊടുക്കേണ്ടുന്നതാണ് ഏത്? ഈ സ്തന്യം. അങ്ങനെയാണെങ്കിൽ കുഞ്ഞിന് അവകാശപ്പെട്ട ഈ അടിസ്ഥാന വസ്തു ഒരമ്മ കൊടുക്കുന്നില്ല എങ്കിൽ അവളുടെ പേരും എന്തുവാ? പൂതന. അപ്പൊ നമ്മുടെ നാട്ടിൽ പൂതനമാരാണോ കൂടുതൽ, യശോദമാരാണോ? എനിക്കറിയില്ല, നിങ്ങൾ പറ. പൂതനമാരാവുക. കാരണം എന്താ? 3 മാസം കഴിഞ്ഞാൽ പിന്നെ പരിപാടി അങ്ങ് നിർത്തും. എന്താ കാര്യം? കൊടുക്കാത്തതാ? എന്താ കാര്യം? ജോലിയൊന്നുമല്ല, ചുമ്മാ. ഇനി ജോലി ഇല്ലാത്തവരെ എനിക്കറിയാം. സൗന്ദര്യം എന്നോട് പറയാതെ സൗന്ദര്യം പോകും എന്നും പറഞ്ഞുകൊണ്ട് കൊടുക്കും. ഞാൻ ചോദിക്കട്ടെ, ആദ്യത്തെ കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ പേരെന്തായി? ആയോ? ആയി. ആ അമ്മയായി, സ്ഥാനമായി. പിന്നെ അങ്ങേര് അച്ഛൻ കയറി വരുമ്പോൾ കുഞ്ഞിനോട് ചോദിക്കുന്ന, മോനെ അച്ഛന്റെ ഭാര്യയെ കണ്ടോടാ എന്നാണ് ചോദിക്കുന്നത്. പിന്നെയോ ഈ ഭർത്താവ് പോലും എങ്ങനെയാ വാക്ക് പറയുന്നത്? അമ്മ എന്ത് ചെയ്യടാന്നല്ലേ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ കുഞ്ഞിനോട് ചോദിക്കുന്നത്? അമ്മ എന്ത് ചെയ്യാന്ന ഭർത്താവ് പോലും. എന്താ ഭാവം മാറി? അമ്മയായി കഴിഞ്ഞാൽ പിന്നെ സൗന്ദര്യം ഉണ്ടേലല്ല. ഇനി അതെങ്ങനെ ഓർക്ക്? പകരം ഇവരെന്താ ചെയ്യുന്നത്? 3 മാസം കഴിയുമ്പോ കൊടുക്കാതെ ഈ കുഞ്ഞ് മലന്ന് കിടക്കുമ്പോ ഇത്രയും നെടുക്കുള്ള ഒരു കുപ്പി മേടിക്കും. അല്ലേ, ശരിയാണോ? കുപ്പി നേച്ചിട്ട് അതിനകത്തോട്ട് മിൽമ പശുവിന്റെ പാല് നിറയ്ക്കും. എന്നിട്ട് ഒരടപ്പൊക്കെ ഇട്ട് അതിന്റെ മേളിൽ ഒരു നിപ്പിളും വെച്ചിട്ട് മലന്ന് കിടക്കുന്ന കുഞ്ഞിന്റെ കയ്യിലേക്ക് എന്ത് കൊടുക്കും? ഈ കുപ്പി കൊടുക്കും. അവൻ ഇത് പാവം എന്താന്നും പറഞ്ഞ സ്തന്യമാണെന്നും പറഞ്ഞ് അപ്പൊ അവനെ ജീവിതത്തിൽ ആദ്യം വഞ്ചിച്ചത് ആരാ? അമ്മ തന്നെയാ. ആണോ? അവൻ ഇതും കുടിച്ചു കിടക്കുക. അപ്പൊ മലന്ന് കിടക്കുന്ന പ്രായത്തിൽ തന്നെ ഇവൻ കൈകൊണ്ട് ഏതെ പിടിച്ചു? കുപ്പിയെ പിടിച്ചു. ഇപ്പൊ 16 വയസ്സ് കഴിഞ്ഞാലും ഇവൻ കുപ്പി താഴെ വെക്കുവാൻ. ഇപ്പൊ കക്ഷത്തില. അപ്പൊ ഇവനെ കൊണ്ട് കുപ്പി പിടിപ്പിച്ചത് ആരാ? ഇനിയും കിടന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോ കുപ്പി പിടിപ്പിച്ചത് ഞാനാണ്. അതുകൊണ്ട് എന്റെ നേരെ അവൻ എന്തുമായിട്ട് വരും? മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് പറയുന്ന പേരാണ് ഏത്? പൂതന. അപ്പൊ നമ്മുടെ നാട്ടിൽ പൂതനമാരാണ് കൂടുതൽ, യശോദമാരാണോ? പൂതനമാരാണ്. അതുകൊണ്ട്
പിന്നെ അപ്പൊ ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ പൂതനയ്ക്ക് മോക്ഷം വന്നത് എന്തുകൊണ്ടാ? അവിടെ പൂതനയ്ക്കല്ല മോക്ഷം. ഞാൻ മുമ്പേ പറഞ്ഞു, സ്തന്യം കൊടുക്കാൻ ആരെ കൊണ്ടേ പറ്റൂ? അമ്മയ്ക്ക. മാതൃഭാവമാണ്. മാതൃത്വം എപ്പോഴും ശുദ്ധമാണ്. മാതൃത്വം എന്ന് പറയുന്നത് അത്ര പരിപാവനമാണ്, പരിശുദ്ധമാണ്. അപ്പോൾ അവിടെ മോക്ഷം കിട്ടിയത് പൂതനയ്ക്കല്ല, ആ പൂതനയിലുള്ളായിരുന്ന അവൾ അറിയാതെ ഉണ്ടായ ആ മാതൃഭാവത്തിന്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാന സ്ഥാനം ആർക്കാ? നമ്മുടെ രാജ്യത്തിന്റെ പേര് തന്നെ എന്താ? ഭാരതം എന്നാണ്. മാതൃ എന്നല്ലേ പറയാ? മാതൃഭൂമി എന്നല്ലേ പറയാ? മാതാവെന്നാ പറഞ്ഞു. ലളിതാ സഹസ്രനാമം ആരംഭിക്കുന്ന തന്നെ എങ്ങനെയാ? ശ്രീ മാതാ. മാതാന്ന് വിളിച്ചു കഴിയുമ്പോ തന്നെ ബാക്കി എല്ലാരും ആരായി? ഇങ്ങനൊരു കാര്യം കേട്ടിട്ടുണ്ടോ? സ്കൂളിൽ ചെല്ലുമ്പോൾ പഠിപ്പിക്കുന്ന മാതാ പിതാ ഗുരു ദൈവം എന്നാ. എന്താ അർത്ഥം? അധ്യാപകരുണ്ടോ? ആരുമില്ല. നന്നായി. പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോന്ന് അറിയാനായിട്ടാ. മാതാ പിതാ ഗുരു ദൈവം എന്താ അർത്ഥം? എനിക്കറിയാൻ മേലാത്തോണ്ട. മാതാവും പിതാവും ഗുരുവും ദൈവമാണ്. തെറ്റാ കേട്ടോ, മേലാ പറഞ്ഞു നടക്കില്ല. മാതാവും പിതാവും ഗുരുവും ദൈവമാണെന്നൊന്നുമല്ല. കുഞ്ഞിന് ആകപ്പാട് അവന്റെ ജീവിതത്തിൽ അറിയാവുന്ന ആരെ മാത്രമാ? അവന്റെ അമ്മയാ. അവന്റെ അച്ഛനെ പോലെ അവൻ അറിയില്ല. മുറിയിലേക്ക് കയറി വരുന്ന അച്ഛനെ ചൂണ്ടിക്കാണിച്ച് അമ്മയാ കാണിച്ചു കൊടുത്തത്. ഈ വന്നത് നിന്റെ ആര്? അച്ഛൻ. അപ്പൊ മാതാവിൽ നിന്നുമാണ് കുഞ്ഞാരെ അറിഞ്ഞത്? അച്ഛനെ അറിഞ്ഞത്. ഈ പിതാവാണ് പിന്നീട് ആരുടെ അടുക്കൽ കൊണ്ടെത്തിക്കുന്നത്? ഒരു ഗുരുവിന്റെ അടുക്കൽ എത്തിച്ചത്. അപ്പൊ മാതാവിൽ നിന്നും ഗുരുവിലേക്ക് ആര് കൊണ്ടുചെല്ലുന്നു? പിതാവ്. ഈ ഗുരുവാണ് പിന്നെ ആരെ കാണിച്ചു കൊടുക്കുന്നത്? അതാ. അല്ലാതെ മാതാവും പിതാവും ഗുരുവും ദൈവാന്നൊന്നുമല്ല. മാതാവിൽ നിന്ന് പിതാവിനെ അറിയുന്നു, പിതാവിൽ നിന്ന് ഗുരുവിനെ അറിയുന്നു, ഗുരുവിൽ നിന്നും ആരെ? ഇപ്പൊ നമ്മുടെ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഒരു പ്രോഗ്രാം ഉണ്ട്. വലിയ പോസ്റ്റ് ഗ്രാജുവേഷനോ അല്ലെങ്കിൽ ഹയർ ഡിഗ്രി ഒക്കെ നേടിക്കഴിയുമ്പോ ഇവരുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ദിവസം അതിന് പറയുന്ന പേര് യൂണിവേഴ്സിറ്റി നടത്തുന്ന കോൺവെക്കേഷൻ എന്നാണല്ലോ. അതാണ്ട് തൊപ്പിയും ലാഹയൊക്കെ ഇട്ടോണ്ട് വരുന്നത് അല്ലേ? ഈ കോൺവെക്കേഷൻ ഇന്ന് തുടങ്ങിയിട്ട് കൂടി എന്നാലും 50-60 വർഷമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ ഈ കോൺവെക്കേഷനും തുടങ്ങി വെച്ചത് നമ്മുടെ ഗുരുകുലത്തിലാ ആദ്യമായിട്ട്. അതിന് സംസ്കൃതത്തിൽ ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റിയിലൊക്കെ ഞങ്ങൾക്ക് അന്നുണ്ട്, ഞാൻ പഠിക്കുമ്പോഴും ഉണ്ട്. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞപ്പോ ഈ കോൺവെക്കേഷനിൽ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തേ. പക്ഷെ അന്ന് ഞങ്ങളുടെ അവിടെ പറയുന്നതും പണ്ട് ഗുരുകുലങ്ങളിലും പറഞ്ഞിരുന്ന പേര് ദീക്ഷാന്ത സമാരോഹ എന്ന. ദീക്ഷയുടെ അന്ത്യത്തിൽ നടത്തുന്ന ആഘോഷം. അതിനാണ് ഇന്ന് പേര് പറഞ്ഞത്. ഇവന്മാരുടെയൊക്കെ അപ്പൂപ്പന്റെ കാലത്ത് ഇവിടെ എന്തുണ്ടായിരുന്നു? കോൺവെക്കേഷൻ. ഈ കോൺവെക്കേഷൻ കഴിഞ്ഞ് ഗുരുവിന് ദക്ഷിണയും കൊടുത്തു കഴിയുമ്പോൾ ആ കുട്ടി ആ ആശ്രമത്തിൽ നിന്നും പടിയെ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഗുരു വിളിച്ചിട്ട് നൽകുന്ന ആദ്യത്തെ ഉപദേശം ഏതാണെന്നറിയാമോ? വളരെ സിമ്പിളാ. ആദ്യം പഠിപ്പിക്കാവുന്നതാ. ഈ കട്ടിയായതെല്ലാം പഠിപ്പിച്ചതിന് ശേഷം ദക്ഷിണയും വാങ്ങി പുറത്തേക്ക് ഇറങ്ങുന്ന കുഞ്ഞിന് അല്ലെങ്കിൽ ശിഷ്യന് ആ ഗുരു നൽകുന്ന അവസാനത്തെ ഉപദേശം വെറും സിമ്പിള്. നമ്മൾ അങ്ങനല്ല പഠിക്കുന്നത്. സിമ്പിൾ ടു കോംപ്ലക്സ് ആയപ്പോ കോംപ്ലക്സ് ടു സിമ്പിളിലേക്ക് വന്നു. എങ്ങനെ? അന്നേരം ഉപദേശം എന്താന്ന് ആർക്കെങ്കിലും അറിയാമോ? വളരെ സിമ്പിളാ. മാതൃദേവോ ഭവ. ഇറങ്ങുന്ന കുട്ടിയോട് പറയാ എന്തോന്ന്? മാതൃദേവോ ഭവ. അടുത്തത് പറയാം പിതൃദേവോ ഭവ. അടുത്തത് അറിയാം, എല്ലാവർക്കും അറിയാം. ആചാര്യദേവോ ഭവ. ഒന്നുകൂടെ അതിഥി ദേവോ ഭവ. ഇനിയുണ്ട്. സത്യം വദ ധർമ്മം ചര. ഇതാ പഠിപ്പിച്ചു വിടുന്നത്. ഇത് എളുപ്പമല്ലായിരുന്നു. ആദ്യം പഠിപ്പിച്ചാ പോരായിരുന്നോ? എന്തുകൊണ്ട് പറഞ്ഞു കൊടുത്തില്ല? ബുദ്ധി ഉണ്ടായിരുന്നു.
എന്താ? എടാ, നീ പഠിപ്പും പത്രാസും ജോലിയും കിട്ടിക്കഴിഞ്ഞാൽ നീ നിന്റെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നീ ഓർത്തുകൊള്ളുക, നിന്റെ കൺകണ്ട ദൈവം ആദ്യത്തേത് ആര് തന്നെയാ? നിന്റെ അമ്മയാ. അത് കഴിഞ്ഞ് നിന്റെ അച്ഛൻ, അത് കഴിഞ്ഞ് നിന്റെ ഗുരു, അത് കഴിഞ്ഞ് നിന്റെ വീട്ടിൽ വരുന്ന അതിഥി. ഇവരെയാണ് ബഹുമാനിക്കേണ്ടത്. എന്തുകൊണ്ട് ഇത് പറഞ്ഞു കൊടുത്തു? പഠിപ്പും പത്രാസും ജോലിയും ധനവുമായി കഴിഞ്ഞാൽ ഇന്ന് ആദ്യം തള്ളുന്ന ആരെയാ? അമ്മയും അച്ഛനെയാ. അതുകൊണ്ട് അമ്മയുടെ മഹത്വം എത്രയുണ്ടെന്ന് ആ ഗുരു പറഞ്ഞു വീണ്ടും വിടുകയാ. അതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, ഈ ബർത്ത്ഡേ ഒക്കെ നടത്തുവേലേ, കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഈ ബർത്ത്ഡേ ഒക്കെ നടത്തുന്ന സമയത്ത് ഈ കേക്ക് വാങ്ങി ചൂതിക്കെടുത്താതെ ഏതെങ്കിലും നല്ല പുസ്തകങ്ങൾ ആർക്ക് മേടിച്ചു കൊടുക്ക്? ഈ കുഞ്ഞുങ്ങൾക്ക് മേടിച്ചുകൂടെ? വായിക്കട്ടെ. വല്ല മാതൃപഞ്ചകം, ആ പദ്യം അതിന്റെ അർത്ഥവും പഠിച്ചു കഴിഞ്ഞാൽ ഇവന് മനസ്സിലാകും തന്റെ അമ്മ ആരാണ്. വളരെ പ്രസിദ്ധമാണ്. ശങ്കരാചാര്യ തന്റെ അമ്മയെ കുറിച്ച് 5 വരികൾ കൊണ്ട് എഴുതി തീർത്തതാണ്. ഈ പ്രവത്തിനടുത്ത് വെളിയനാട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെയായിരുന്നു മന. ആ മനയിൽ നിന്നുമാണ് ശങ്കരൻ എങ്ങോട്ട് പോയത്? ഈ ഭാരത പര്യടനം നടത്തി പോയത്. സർവജ്ഞപീഠമൊക്കെ കയറി. അപ്പോഴും അമ്മയോട് യാത്ര പറയുമ്പോൾ പറഞ്ഞു, അമ്മ ആഗ്രഹിക്കുമ്പോൾ ഞാൻ എത്തും. പക്ഷെ മകന്റെ ദൗത്യം അറിയാമായിരുന്ന അമ്മ ആ മകനെ കുറിച്ച് ഒരു നിമിഷം പോലും ആലോചിച്ചില്ല, ചിന്തിച്ചില്ല. അങ്ങനെ ശരീരം ഉപേക്ഷിക്കുന്ന സ്ഥാനമായി. ഇതര അവരുടെ കുടുംബത്തിൽപ്പെട്ട ബ്രാഹ്മണരാരും അങ്ങോട്ട് ചെല്ലില്ല, കേറില്ല. കാരണം ശങ്കരനെയും കുടുംബത്തെയും പടിയടച്ച് പിണ്ടം വെച്ചിറക്കിയിരിക്കുക. കാരണം എന്താണ്? ശങ്കരൻ എല്ലാരിലും ഒരേ ചൈതന്യത്തെ കണ്ടു. ചാണ്ടാളനെ പോലും സ്നേഹിച്ച അന്നത്തെ വ്യവസ്ഥ അനുസരിച്ച് ഇവരെ എന്ത് ചെയ്തില്ല? ഗൗനിച്ചില്ല. താഴ്ന്ന ജാതിയിലുള്ള ആളുകൾ അങ്ങോട്ട് കയറില്ല, ഇവരെ ഭയന്നിട്ട് എന്തെങ്കിലും സഹായം ചെയ്താൽ. അങ്ങനെ ഇരിക്കുമ്പോൾ, കർണാടകത്തിൽ ഇരിക്കുമ്പോൾ, കുടജാദ്രിയിൽ ഇരിക്കുമ്പോൾ ഉൾവിളി ഉണ്ടായി, തന്റെ അമ്മയ്ക്ക് വയ്യ എന്ന്. എത്തുകയാണ് ഇവിടെ. ആ മനയിൽ വന്നപ്പോൾ അമ്മ ഇങ്ങനെ കിടക്കുകയാണ്. ഉറുമ്പൊക്കെ അരിക്കാൻ തുടങ്ങി. ആരുമില്ല നോക്കാൻ. ഉടൻ തന്നെ ആ കാലിൽ വീണ് തൊഴുത് നമസ്കരിച്ചുകൊണ്ട് അവിടെ വെച്ച് തന്റെ അമ്മയെ കുറിച്ച് 5 ശ്ലോകം എഴുതി. അതാണ് ഇന്ന് വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഏത് മാതൃപഞ്ചകം. എല്ലാം ഒന്നും പറയുന്നില്ല. ആദ്യത്തെ ശ്ലോകം, ആസ്താം താവതിയം പ്രസൂതി സമയേ ദുർവാരശൂലവ്യഥ നൈരുച്യം തനുശോഷണം മലമയി ശയ്യാം ച സാംവത്സരീം ഏകസ്യാപി ഗർഭഭാരഭരണ ക്ലേശസ്യ യസ്യാക്ഷമോ ദാതും ഉന്നതേരവിതനയ തസ്യൈ ജനന്യൈ നമഃ. തസ്യൈ ജനന്യൈ നമഃ. ആ ജനനിക്കായിക്കൊണ്ടിതാ നമസ്കാരം. എന്താ കാരണം? ആസ്താം താവതിയം പ്രസൂതി സമയേ. എല്ലാം പോയിക്കോട്ടെന്നാ പറഞ്ഞത്. ഇതിന്റെ 1-ാം തരം മലയാള വിവർത്തനം AR എഴുതിയിട്ടുണ്ട്. പോക്കത്തെ പെറ്റുനോവിൻ കഥകളെ രുചി കുറയ്ക്കും കാലം എന്ന് പറഞ്ഞ AR എഴുതിയിട്ടുണ്ട്. അപ്പോ പറയുകയാണ്, ഈ അമ്മ പ്രസവ സമയത്ത് അനുഭവിച്ച വേദനകളൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതെല്ലാം പൊക്കോട്ടെ. പ്രസവിക്കുമ്പോ വേദന ഉണ്ടാവുമോ? എനിക്ക് ചോദിക്കാനേ പറ്റൂ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം വന്ന് പ്രസവിക്കുമ്പം ബോധമില്ലാതാ അല്ലേ കിടക്കുന്നത്. അതുകൊണ്ട് ബോധമില്ലാതെ പ്രസവിച്ചത് കൊണ്ട് ഉണ്ടായതല്ല ഇപ്പൊ എങ്ങനെ ആവുക? ഒരു ബോധവും ഇല്ലാത്തതാവുക. അപ്പൊ പ്രസവ സമയത്ത് അനുഭവിച്ച വേദന അതും പൊക്കോട്ടെ. ആസ്താന്താവതിയം പ്രസൂതി സമയേ ദുർവാരശൂലവ്യത. സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നല്ലോ, അതും പൊക്കോട്ടെ. നൈരുച്യം. പിന്നെയോ പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ നേരെ ചൊവ്വ ഈ അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കുവോ? വീട്ടുകാര് കൊടുക്കുവല്ല. പ്രസവരക്ഷണം എന്നും പറഞ്ഞ് എല്ലാം കൺട്രോളാ. രുചിയുള്ള സാധനം ഒന്നും എന്റെ വീട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പെങ്ങൾക്കൊക്കെ ഈ കപ്പളങ്ങ തോരനെ കൊടുക്കുള്ളന്ന്. എന്നും വഴക്കാ. എന്നാ എനിക്കിത് കഴിക്കാൻ വയ്യേ, അതുകൊണ്ട് ഭക്ഷണം കഴിക്കത്തില്ല. അതുകൊണ്ട് സമയം എന്തുണ്ടാവും? തനുശോഷണം. എന്തുണ്ടാവും? ശരീരം മെലിയും. പിന്നെ കിടക്കുന്നതോ മലമയി ശയ്യാം ജസാം വത്സരീം. 1 വർഷത്തോളം ഈ അമ്മ കിടക്കുന്നത് ഏതിലാ? മലത്തിലും മൂത്രത്തിലും. ആരുടെ? അറപ്പുണ്ടോ? ഇല്ല.
ആ അമ്മയുടെ എളിയിൽ ഇരിക്കുമ്പോ ഈ കുഞ്ഞ് മൂത്രം ഒഴിക്കുക. അപ്പൊ അമ്മ എന്താ ചെയ്യുന്നത്? സാരിയ വീണെങ്കിൽ അതങ്ങോട്ട് പിഴിഞ്ഞു കളഞ്ഞിട്ട് എടുത്തൊരു കുത്തും. ഈ ആളിനെ കൊണ്ട് അച്ഛന്റെ കയ്യിലോട്ട് കൊടുക്കണം, എളി വെക്കും. ഈ സമയത്തായിരിക്കും ഇവൻ അങ്ങോട്ട് സാധിക്കുന്നത്. അപ്പൊ അച്ഛൻ പിടിച്ചോണ്ട് വരുന്നത് അങ്ങനെ ഇങ്ങനെ പിടിക്കും. ഇതാണ് അമ്മയും, അതാണ് നാഭീനാള ബന്ധം. കാരണം എന്താ? അച്ഛൻ അത്രയ്ക്ക് വരുന്നില്ല. അതാണ് മലമയി ചെയ്യാം സാംവത്സരി. എന്നിട്ടോ എത്ര മാസമായി ഇതിനെ ചുമന്നത്? 10 മാസം. എന്തുമാത്രം ദുരിതമാണ് അനുഭവിച്ചത്. അങ്ങനെ അനുഭവിച്ച ദുരിതത്തിന്റെ ഈ 10 മാസം ചുമന്നതിലെ ഒരു ദിവസത്തെ കഷ്ടപ്പാടിന്റെ ആ ദുരിതത്തിന്റെ വില ദാതും കൊടുക്കുവാൻ ഉന്നതേരഭിതനയ. ആ മകൻ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയി തീർന്നു കഴിഞ്ഞാലും ആ അമ്മ ഒരു ദിവസം ചുമന്നതിന്റെ ചുമട്ടുകൂലി ഈ മകന് കൊടുക്കാൻ, തിരികെ കൊടുക്കാൻ സാധിക്കുമോ? തസ്യൈ ജനന്യൈ നമ. അങ്ങനെയുള്ള അമ്മയ്ക്കായിക്കൊണ്ട്. പക്ഷേ അങ്ങനെയുള്ള അമ്മയാണ് ഇപ്പൊ എവിടെ കൊണ്ടിട്ടിരിക്കുന്നത്? എവിടാ? വൃദ്ധസാൻ. ഇപ്പൊ അതുകൊണ്ടാണ് ഗവൺമെന്റിന് അറിയാം, എല്ലാം കൊണ്ട് തള്ളും. അതുകൊണ്ട് എല്ലാ പഞ്ചായത്തിലും എന്ത് ആയിക്കൊണ്ട്. അപ്പൊ ഇനി നമ്മളൊക്കെ കാണുന്ന എവിടെ ആയിരിക്കും? ഇപ്പൊ അതിനു മുമ്പ് ഇപ്പൊ ഒരു പരിപാടിയുണ്ട്. ഞാൻ പ്രായമായ തല നരച്ചവരോട് വേഗം പറയുക, ശ്രദ്ധിച്ചിരുന്നോണം. മകനും മരുമോളും കൂടെ ഗുരുവായൂർ അമ്പലത്തിൽ പോകാമെന്നും പറഞ്ഞ് വിളിച്ചാൽ പോകരുത്. മിക്കവാറും വാർത്ത കാണാം, അവിടെ ഒരു ഈശ്വരാധീനം കൊണ്ട് ഒരു മണ്ഡപമുണ്ട്. ഏതാ? നാരായണിയൊക്കെ വായിക്കുന്നത് മേൽപ്പത്തൂർ. അവിടെ എപ്പോഴും കണ്ടിന്യൂസ് പ്രോഗ്രാമാണ്. അമ്മയെ കൊണ്ട് ഇരുത്തിയിട്ട് പറയും, ഞങ്ങളിത് അവിടം വരെ പോയിട്ടൊന്ന് വരാം, ഇവിടെ ഇരുന്നോളാൻ പറയും. എങ്ങനെ പറഞ്ഞിട്ട് ഒറ്റ മുങ്ങ. എത്ര എണ്ണത്തിനെ അവിടെ പത്രത്തിൽ വായിക്കുന്നില്ലേ? സത്യമാ. അഥവാ നിങ്ങൾ പോയാൽ പറഞ്ഞേക്കണം, മേൽപ്പത്തൂർ ഓടിച്ചേർത്തി ഞാൻ കാലി വെക്കുവാനാന്ന് പറഞ്ഞേക്കണം. എന്തോ പൈസയും അതിന് അവരതുമൊക്കെ കണക്ക് കൂട്ടിയേ കൊണ്ടുപോകുള്ളൂ. അമ്മയൊന്നും എടുക്കണ്ടെന്ന് പറയും. അതുകൊണ്ട് പോയേക്കല്ലേ. ഏതായാലും ഇതാണ് നമ്മുടെ അവസ്ഥ. ആ മാതൃഭാവം എന്താണെന്നുള്ള കുഞ്ഞുങ്ങൾ മറന്നു. അതുകൊണ്ട് എന്താണ് മാതാവ്, പിതാവ് ആര് എന്നവന്റെ കുഞ്ഞുനാളിലെ അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതെങ്ങനെയാ? നല്ല നല്ല കാര്യം. ഞാനത് ഈയിടെയും പറഞ്ഞു. ഇവിടെ ഒരൊറ്റ പിള്ളാരെ കാണുന്നില്ല. സത്യല്ലേ? ഇവിടെ നിങ്ങളുടെ ഒന്നും വീടുകളിൽ കുഞ്ഞുങ്ങളില്ലായിരുന്നോ? ഒരുവിധം പ്രായമുള്ള 5, 6, 7, 8 ക്ലാസ്സിലെ നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു പരാജയമാണ്. നമ്മളെ കൊണ്ടുവന്ന് കതിരെ കൊണ്ടുവന്ന് വളം വെച്ചിട്ട് ഒരു കാര്യവും ഇല്ല. ഞാനത് കഴിഞ്ഞ ദിവസം സാറിനോട് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞ വിദ്യാഗോപാല മന്ത്രാർച്ചന നടത്തണം എന്ന് പറഞ്ഞിരുന്നതാ. സാറും എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒറ്റ പിള്ളേരെ ഇവിടെ കാണുന്നില്ല, പിന്നെ എങ്ങനെയാ വിദ്യാഗോപാലം? വേണ്ട, ഇനിയും വേണ്ട, അടുത്ത വർഷം നടത്തിയാൽ മതി. അടുത്ത ആചാര്യം വരുമ്പോ അദ്ദേഹത്തിനെ കൂടെ നടത്തിക്കുക. പറഞ്ഞെന്താ? ഒരു കുഞ്ഞുങ്ങളെ കാണുന്നില്ല. ഇത് നമ്മളെ വലിയൊരു, നമ്മൾ കേട്ടിട്ട് മാത്രം കാര്യമില്ലല്ലോ, അവർ കേൾക്കട്ടെ. നമ്മള് മറ്റുള്ളവരെ ഇത് പറഞ്ഞൊരു കാര്യമില്ല. അവരുടെയൊക്കെ ഇപ്പൊ കണ്ടോണം, April 1 തൊട്ട് സൺഡേ സ്കൂൾ എന്നും പറഞ്ഞു ഒരു പരിപാടിയുണ്ട് എല്ലാ ഇടവകയിലും. ഇല്ലേ? നമ്മുടെ പ്രായത്തിലുള്ള പിള്ളേരില്ലേ പോകുന്നേ? അവര് പോകുന്നുണ്ടല്ലോ. നമ്മുടെ പിള്ളേരെന്താ വരാത്തെ? അപ്പൊ പിള്ളേരുടെ ഗുണമാണോ അതോ അച്ഛനമ്മമാരുടെ ഗുണമാണോ? നമ്മൾ പറയാതെ, നമ്മൾ പ്രേരിപ്പിക്കാതെ, നമ്മൾ ശാസിക്കാതെ കുട്ടികൾ വരുമെന്നാരും കരുതണം. നിർബന്ധം പറയണം, നീ പോയേ മതിയാവൂ. ഏതായാലും ഇവിടെ വന്ന് പറഞ്ഞിട്ട് ഇത്രയും ദിവസം ഞാൻ പറഞ്ഞിട്ട് ആർക്കും ദോഷം വരുന്ന കാര്യമൊന്നും ഞാൻ പറഞ്ഞാട്ട് എന്റെ അറിവിലില്ല. ഉണ്ടോ? ഞങ്ങളെയും കൂടെ തീരെ കുഞ്ഞുങ്ങളെ അല്ല ഉദ്ദേശിച്ചത്. അത് ഇവിടെ കൊണ്ടുവന്നാലോ, ഞങ്ങൾക്ക് വലിയവന്മാരെ ഞാൻ ഇരുത്തിയിട്ടുണ്ട്. പിന്നെ അതും പേടിക്കണ്ടേ. പക്ഷെ നമ്മൾ കൊണ്ടുവരില്ല, പോട്ടെ. ഏതായാലും ഇത് നമ്മൾ കുഞ്ഞുങ്ങളെ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അച്ഛനാര്, അമ്മയാര്, അധ്യാപകനാര്, സ്കൂളിൽ അനുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങൾ
കാര്യം എന്താ? ഏത് കുട്ടിയെ പ്രശ്നം എടുത്താലും വീട്ടിലെ അടിസ്ഥാനമായ പ്രശ്നമാണ്. അതാണ് അവന് തെറ്റിലേക്ക് പോകുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ എത്തിക്കുക. അത് പറയാനായിട്ട് ഞാൻ എടുത്തതേ ഉള്ളൂ. ഇഷ്ടമുള്ള സ്വീകരിക്കുക, വേണ്ട കളഞ്ഞേക്കാം. ഏതായാലും അങ്ങനെ ഒരു ഭാവം, ഒരു കഥ. പിന്നീട് അതേ പ്രായത്തിൽ പല പല കഥകളും നടക്കുകയാണ്. എല്ലാം ഒന്നും പറയുന്നില്ല. പിന്നീട് ആ ഗോകുലത്തിൽ നിന്നും ഭഗവാൻ അടുത്ത ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. ആ സ്ഥലം ഏതാ? വൃന്ദാവനം. വൃന്ദാവനത്തിലും കുറെ ലീലകളാണ്. അതിന് ശേഷം എങ്ങോട്ട് പോകും? മധുരയ്ക്ക് പോകും, അല്ലേ? മധുരയിലും കുറെ ലീലകളാടും. എന്നിട്ട് എങ്ങോട്ട് പോകും? പോവുമല്ല, പിന്നെ ഒരൊറ്റ ചാട്ടമാണ്, അല്ലേ? ഈ ഗോകുലം എന്ന് പറയുന്ന ഈ സ്ഥലം യഥാർത്ഥത്തിൽ ഗോകുലം എന്നല്ല അതിന്റെ പേര്, ബൃഹദ്വനം എന്നാണ്. ഇവിടെ 2-3 തവണ സ്ഥലത്ത് ഭാഗവതത്തിൽ വരും ബൃഹദ്വനം. വാക്കിനർത്ഥം ബൃഹത്ത് എന്ന് പറഞ്ഞാൽ വലിയ വനം, വലിയ കാട്. ആ വലിയ കാട്ടിൽ നിന്നുമാണ് പിന്നെ അടുത്ത കാട്ടിലേക്ക് പോയത്. വൃന്ദാവനം. വൃന്ദ എന്ന് പറഞ്ഞാൽ തുളസി എന്നർത്ഥം. തുളസി നിറഞ്ഞു നിൽക്കുന്ന പ്രദേശം. അതും എന്തോന്നാ? കാട. പിന്നെ പോയത് മധുരയിലേക്ക്. ഈ മധുരയും പണ്ടെന്തായിരുന്നു? ഒന്നാം തരം കാടായിരുന്നു. ഈ കാട്ടി വെച്ചാണ് ആര് തപസ് ചെയ്തത്? ധ്രുവൻ തപസ് ചെയ്തു. മധുവനം. ആ മധുവനത്തിൽ ധ്രുവൻ പ്രത്യക്ഷപ്പെട്ട്, അല്ലെങ്കിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ത്രേതായുഗത്തിൽ രാമാവതാര സമയത്ത് ലവണാസുരനെ കൊന്നുന്ന ഒരു കഥയുണ്ട്. ലവണാസുര വധം കഥകളി. ഈ ലവണാസുരനെ കൊന്നത് എവിടെ വെച്ചാ? ഈ മധുവനത്തിൽ വെച്ച. അത് കഴിഞ്ഞിട്ടാണ് ഈ മധുവനത്തിനെ ശത്രുഘ്നൻ എന്താക്കി? ഒരു നഗരമാക്കി മാറ്റി. അതാണ് ഏതായി മാറിയത്? മധുര. അപ്പൊ പൂർവത്തിൽ ഇത് എന്ത് തന്നെ ആയിരുന്നു? മധുവനമാണ്. അപ്പൊ നോക്ക്, ബൃഹദ്വനം, അടുത്ത് വൃന്ദാവനം, മധുവനം. അവിടുന്ന് മധുരയിൽ വന്നിട്ട് പിന്നെ എന്ത് ചെയ്യുമായിരുന്നു? ഒറ്റ ചാട്ടം എങ്ങോട്ട്? ദ്വാരക. ഏതാ ഈ ബൃഹദ്വനം? ഇത് തന്നെ ജാഗ്രത അവസ്ഥ എന്നർത്ഥം. ജാഗ്രത അവസ്ഥയിൽ നിന്നും പിന്നെ എങ്ങോട്ട് പോകണം? ആരെ അറിയണം? സ്വപ്നാവസ്ഥ. അത് നിന്നും അടുത്തത് സുഷുപ്തി. സുഷുപ്തിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ ചാട്ടവ. ഏതിലേക്ക്? തുരീയം. ദ്വാരക എന്ന വാക്കിനർത്ഥം, ദ്വാരം എന്ന വാക്കിനർത്ഥം സ്ഥാനം. ക എന്ന വാക്കിനർത്ഥം ബ്രഹ്മാവെന്നൊരർത്ഥമുണ്ട്. അതുകൂടാതെ പുരുഷൻ, ഭഗവാൻ എന്നൊരർത്ഥമുണ്ട്. ഏകോ നൈവ രാവിലെ ചൊല്ലുന്ന ഏകോ നൈക സവ കിം യത് തദ് പദം അനുത്തമം ലോകബന്ധുർലോകനാഥോ. ഇങ്ങനെ വരിയില്ലേ? അവിടെ ക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അപ്പൊ കസ്യ ദ്വാരം, ഈശ്വരന്റെ സ്ഥാനം. അതിന് പറയുന്ന പേരാണ് ഏത്? ദ്വാരക, അല്ലെങ്കിൽ തുരീയാവസ്ഥ. അതിനാണ് ലളിതാ സഹസ്രനാമം പറഞ്ഞ വിശ്വരൂപ ജാഗരണി സ്വമന്തി തൈജസാത്മിക സുപ്താപ്രാജ്ഞാത്മിക തുര്യ സർവാവസ്ഥ വിവർജിത എന്ന് പറഞ്ഞു. അപ്പോ ഇതെന്തിനാ ഇങ്ങനെ പറഞ്ഞത്? നമ്മളാണ് ഭാഗവതം പഠിക്കുന്നത്. ആദ്യം നമ്മളെല്ലാവരും ബൃഹദ്വനത്തിൽ കിടക്കുക. ഈ ബൃഹദ്വനത്തിലുള്ള ഈശ്വരനെ അറിഞ്ഞിട്ട് നമ്മൾ സ്വപ്നാവസ്ഥയിലേക്ക് വൃന്ദാവനത്തിലെത്തണം. വൃന്ദാവനത്തിൽ നിന്ന് നമ്മൾ എവിടെ എത്തണം? മധുരയിലെത്തണം. ഭഗവാനെ എവിടെ പ്രതിഷ്ഠിച്ചു? ഇനി എന്ത് ചെയ്യണം? അവിടെ നിന്നും ചാടി എവിടെ എത്തണം? ദ്വാരകയിലേക്ക് എത്തിച്ചേരണം. അങ്ങനെ ആ ഭഗവാന്റെ ഏതാണ്ട് ലീലകൾ, ആ ബൃഹദ്വനത്തിലെ ലീലകൾ കഴിയുന്നത് നളകൂപരമണിഗ്രീവന്മാരുടെ കഥയോടുകൂടിയാണ്. 2 വൃക്ഷങ്ങളായി വളർന്ന അവരെയൊക്കെ പെടുത്തിയിട്ട് അവിടെ നിന്ന് പോയി. പിന്നെ വൃന്ദാവനത്തിലെ നിരവധി ലീലകളാണ്. അവിടെ വെച്ചാണ് വത്സ സ്തേയം.
അതായത് ബ്രഹ്മദേവൻ ഭഗവാന്റെ കൂട്ടുകാരുടെയൊക്കെ ഗോക്കളെയൊക്കെ മറച്ചു. പിന്നീട് മറച്ചു വെച്ച ഇവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭഗവാൻ അതേപോലത്തെ സൃഷ്ടിച്ചു. അത് കഴിഞ്ഞിട്ട് ബ്രഹ്മദേവൻ നോക്കിയപ്പോൾ താൻ മറച്ചത് ഇവിടെയും കിടപ്പുണ്ട്, താഴെ വേറെയും കാണുന്നു. പിന്നെ നോക്കിയപ്പോൾ സർവം വിഷ്ണുമയം, എല്ലാരിലും കാണുന്നത് എന്തോന്നിനെയാണ്? അപ്പൊ എന്തിനാണ് നമ്മൾ പറയുന്നത്? ബ്രഹ്മദേവന്റെ അഹങ്കാരമല്ല, ബ്രഹ്മദേവനെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ബ്രഹ്മദേവനെ കൊണ്ട് സൃഷ്ടി ജയിച്ചത് മുഴുവൻ ആരാ? അത് മറന്നിട്ട് താനാണ് സൃഷ്ടികർത്താവ് എന്നുള്ളൊരു തോന്നൽ ആർക്കുണ്ടായി? ബ്രഹ്മദേവന്. അതുകൊണ്ട് നീ സൃഷ്ടിക്കുന്നതൊന്നും അല്ല, നീ സൃഷ്ടിക്കുന്നത് ആരെ തന്നെ? എന്നെ തന്നെയാണ് എന്ന് കാണിച്ചു കൊടുക്കാനാണ് എല്ലാത്തിലും ആരെ കണ്ടത്? ഭഗവാനെ കണ്ടത്. അപ്പോ മനസ്സിലായി താൻ വെറും എന്താണ്? നിമിത്തം മാത്രമാണ്. പിറക് എന്താണ്? കോടാലി മാത്രമാണ്. കോടാലി അതുകൊണ്ട് എന്ത് ചോദിക്കാറില്ല? കൂലി ചോദിക്കാറില്ല. കോടാലിയുടെ പണി എന്താണ്? കീറുക എന്നുള്ളതേ ഉള്ളൂ. അത് ചെയ്യിക്കാൻ ഒരാളും വേണം, ചെയ്യാനൊരു വസ്തുവും വേണം. അതാണ് ഗുരുദേവൻ പറഞ്ഞത്, നീ എല്ലാ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിക്കുള്ള. അതുകൊണ്ട് അത് ബോധ്യപ്പെടുത്തി. പിന്നെയും ചില ലീലകൾ അക്കൂട്ടത്തിൽ വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു ലീലയുണ്ട്. അത് പറയാനായിട്ടാണ് ഞാൻ ഇത്ര ഓടിച്ചു വിട്ടത്. കാരണം ആ ലീല പറയുമ്പോൾ ചില തോന്നിവാസങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് മാറ്റണമല്ലോ, അതെന്താണെന്നൂടെ അറിയണമല്ലോ, അത് കാണിച്ചോട്ടെ. അതാണ് വളരെ പ്രസിദ്ധമായ ഗോവർദ്ധന ഉദ്ധാരണം. കഥ എല്ലാവർക്കും അറിയാം. ഏതാണ്ട് ഭഗവാന് 12 വയസ്സുള്ള പ്രായം. ഇവിടെ വൃന്ദാവനത്തില് കഴിയുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പ്രായമായ ഗോപന്മാരെല്ലാവരും കൂടിക്കൊണ്ട് ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒരു കമ്മിറ്റി കൂടി. അങ്ങനെ ഏതാണ്ടിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രാമനും കൃഷ്ണനും കൂടി അവിടെ എത്തിയത്. അവര് ശ്രദ്ധിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി തങ്ങളുടെ ഗോപന്മാരെല്ലാവരും ഒരു യാഗത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നോക്കി അപ്പോ യാഗമാണെന്ന് മനസ്സിലായി. അപ്പൊ എന്നാ പിന്നെ നമുക്കൂടെ ഒന്ന് ഇരിക്കാന്ന് പറഞ്ഞു. അവര് ചോദിച്ചു, ഞങ്ങളും കൂടെ ഈ കമ്മിറ്റിയിലൊന്ന് ഇരുന്നോട്ടെ. പിള്ളേരൊന്നും ഇരിക്കാറില്ല. അപ്പൊ പിന്നെ ഇവരുടെ മാഹാത്മ്യം അറിയാവുന്നവരായത് കൊണ്ട് ഗോപന്മാര് പറഞ്ഞു, നിങ്ങൾ വന്നാ ഇരുന്നോളാൻ പറഞ്ഞു. അപ്പോഴാണ് അവർ ചോദിച്ചത്, നിങ്ങൾ എന്ത് യാഗത്തെ പറ്റിയാണ് പറയുന്നത്? ഇപ്പൊ പറഞ്ഞു, നമ്മള് എല്ലാ വർഷവും ഒരു യാഗം നടത്തും. ആർക്ക്? ദേവേന്ദ്രന്. എന്തിനാണ് ദേവേന്ദ്രന് ഇവർ യാഗം നടത്തുന്നത്? കാരണം ഈ ഗോപന്മാരുടെ പ്രധാന വരുമാനം എന്ന് പറയുന്നത് പശുവും പശുവിൽ നിന്നുള്ള ആദായവുമാണ്. അതുകൊണ്ട് പശുക്കൾ ഉണ്ടെങ്കിലേ ഇവർക്ക് വരുമാനമുള്ളൂ. പശുക്കൾ ഉണ്ട് നിലനിൽക്കണമെങ്കിൽ എന്തു വേണം? ധാരാളം പുല്ല് വളരണം. പുല്ല് വളരണമെങ്കിൽ എന്തുണ്ടാവണം? മഴ പെയ്യണം. മഴ പെയ്യണമെങ്കിലോ ആര്? ഇന്ദ്രൻ വേണം. അതുകൊണ്ടാണ് ഇവര് ദേവേന്ദ്രൻ എന്ത് ചെയ്യാൻ തുടങ്ങിയത്? യാഗം എല്ലാ വർഷവും നന്ദി സൂചകമായിട്ട് ചെയ്യും. അതുകൊണ്ട് ഇത്തവണത്തെ യാഗം എപ്പോൾ, എവിടെ വെച്ച്, എങ്ങനെ നടത്തണം, ഇതിനെ കുറിച്ച് ഇവര് ചിന്തിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോ കൃഷ്ണൻ ചോദിച്ചു, നിങ്ങളെ പോലെ ഇത്ര വിദ്യാമാരെ ഞാൻ ലോകത്ത് കണ്ടിട്ടില്ല. അയ്യോ ആയില്ല, അവിടെ ഇരുന്നോ, ഞാൻ പറയാം എഴുന്നേക്കാറാവുമ്പോ. ആ മണി എലിക്കുമ്പോ അങ്ങ് എഴുന്നേറ്റ് പോവാ, എന്നാ ചെയ്യാൻ. ഏതായാലും എന്താണ് ഈ യാഗം ഒരു നിരന്തരം ചെയ്യണം. അപ്പോഴാണ് ഭഗവാൻ പറഞ്ഞത്, എന്തൊരു വിഡ്ഢിത്വ നിങ്ങൾ ഈ പറഞ്ഞത്. നിങ്ങളോട് ആരാ പറഞ്ഞത് മഴ ഇങ്ങനെ പെയ്യുന്നത്? ചുമ്മാതല്ല, നിങ്ങൾക്ക് വിവരമില്ല. കാരണം നിങ്ങൾ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലല്ലോ, അതുകൊണ്ടല്ലേ. പറഞ്ഞു, ഒരിക്കലും മഴ പെയ്യുന്നത് ഇങ്ങനെയല്ല പറയുന്നു. അവിടെ പറഞ്ഞു കൊടുക്കുക, ഇന്നത്തെ ജോഗ്രഫിയിൽ പഠിക്കുന്നത് 5000 വർഷം മുമ്പ് വ്യാസൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ സൂര്യതാപമേറ്റ് കടലിലെ ജലം നീരാവിയായി ഉയർന്നു പൊങ്ങി ആകാശത്ത് ചെന്ന് തണുത്ത് ഘനീഭവിച്ച് മേഘങ്ങളായി കാറ്റടിച്ചു പല ദിക്കിലേക്കോ പോകും. അങ്ങനെ പോകുന്ന മേഘങ്ങളെ വലിയ വലിയ വൃക്ഷങ്ങളോ പർവ്വതങ്ങളോ തടഞ്ഞു നിർത്തുമ്പോഴാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഇതന്നെയല്ലേ ഇപ്പോഴും പഠിക്കുന്നത്. ഇതിനകത്ത് സംശയം ഞാൻ എടുത്തു കാണിക്കാം ശ്ലോകം. അപ്പോ
മഴയെക്കുറിച്ചുള്ള ഭാരതീയരുടെ സങ്കല്പം എന്തായിരുന്നു? അന്ധമായിരുന്നോ? ഒന്നാം തരം ജോഗ്രഫി പഞ്ചമത്തിൽ ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്താണ് 14 ലോകങ്ങളെയും ഒക്കെ പറയുന്നുണ്ട്. അതലം വിതലം സുതലം തലാതലം രസാതലം ഏതാ? ഇന്ന് 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ജോഗ്രഫി പഠിക്കുന്ന ട്രോപ്പോസ്ഫിയർ മെട്രോസ്ഫിയർ എന്ന് പറഞ്ഞ് പഠിക്കത്തില്ലേ? അതാണ് സംഗതി. ഏത്? ഓരോ ലെയറുകളാണ് ഭൂമിയുടെ. അതാണ് അവിടെ പറഞ്ഞത്. ഏതായാലും